പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ആ നവകേരള യാത്രാകാലത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ ഉണ്ടായ ഒരു ഷൂ എറിഞ്ഞ എയറിന്റെ ആഘാതത്തിൽ വണ്ടി മറിച്ചിട്ട് മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള മാരക നീക്കം എന്നൊക്കെ പറഞ്ഞായിരുന്നു വധശ്രമം ചുമത്തിയുള്ള FIR. അതിൽ ഗൂഢാലോചന ചുമത്തി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കൽ, പേഴ്സണൽ നമ്പർ, അഡ്രസ് അടക്കം സൈബർ ലിഞ്ചിങ് എറിഞ്ഞുകൊടുത്തൊരു അപക്വമതിയായ നേതാവിന്റെ ബ്രൂട്ടൽ മര്യാദകൾ അധികം നാളായിട്ടില്ല. അന്ന് തിരക്കഥാകൃത്താവാൻ കൊതിച്ച് നടക്കാതെ പോയ, കൂമ്പടഞ്ഞു പോയ ഏതോ ഏമാൻ എഴുതിയ FIR ഭാവന കൊണ്ട് കേരളത്തിന് ചിരിച്ച് പള്ളകൂച്ചിയതാണ്. ഷൂ എറിഞ്ഞാൽ എങ്ങനെ വധശ്രമമാകും എന്ന കോടതിയുടെ ഒറ്റ ചോദ്യം പോലീസ് ഓടിയ വഴിയിൽ ഇതുവരെ പുല്ല് മുളച്ചിട്ടില്ലെന്നാണ് കേൾവി. ആ ഗർഭിണിയുടെ മുഖത്തെ കൈവീശി അടിക്കുന്ന ഗൂണ്ടകൾ, TP കേസിലെ പ്രതികളോട് വരെ കൈക്കൂലി വാങ്ങുന്ന സാറന്മാർ മാത്രമല്ല, എഴുത്തുകാരായ ഭാവനാ ലാലസന്മാരുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആ പാരടിപ്പാട്ടിലെ പോലീസ് FIR. മതവിശ്വാസം തകർത്ത്, മതവികാരത്തെ അപമാനിച്ച്, മതവിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കിവിടാനുള്ള ഉദ്ദേശമെന്നൊക്കെയാണ് അങ്ങ് തട്ടിമൊളിക്കൽ. ഏതോ കമ്മ്യൂണൽ റൈറ്റ് കോൺസ്പിറസിയിൽ 120B FIR അല്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ പാടി നടന്ന കാക്കത്തൊള്ളായിരം പാരടിപ്പാട്ടിൽ ഒരു പാട്ടിന്റെ മഹാപരാധം പറയലാണ്. ആ സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുന്ന കോടതി പോലും സംശയിക്കും നാടിതുവരെ കാണാത്ത ഒരു ക്ഷേത്രക്കുള്ള പാടിപ്പറയുന്ന പാരടി കേട്ട് ഒരു വിശ്വാസിയുടെ വികാരം അങ്ങ് വ്രണപ്പെട്ട് പൊട്ടിയിട്ടില്ല സാറേ. പൊട്ടിയത് വിശ്വാസമില്ലാത്തൊരു കാട്ടുകള്ളക്കൂട്ടത്തിന്റെ ആർത്തിമൂത്ത് വട്ടായൊരു സംഘത്തിന്റെ ദുഷ്ടവികാരങ്ങളാണ്. ഏതോ ഒരു പഞ്ചായത്ത് അധികാരിയുടെ സഹോദരൻ കൊടുത്തൊരു കേസിൽ കേട്ടാൽ പേടിക്കുന്ന, തൊട്ടാൽ പൊള്ളുന്ന ഗുരുതര വകുപ്പുകൾ ആ യോഗിയുടെ പോലീസ് പോലും ചെയ്യാത്ത ഭോഷ്കാണ്. അങ്ങാടിയിൽ തോറ്റത് ഒരു പാരടിപ്പേടിയിൽ ഇല്ലാത്ത വികാരങ്ങൾക്ക് തീ കൊളുത്തി നാടിനെ കുട്ടിച്ചോറാക്കാൻ പരുവത്തിൽ അധമ പണിയാണ് രാഷ്ട്രീയം മറന്ന അരാഷ്ട്രീയ ഊളപ്പണി. സ്വർണം കെട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ടിലെ വരികൾ ചങ്കത്ത് കയറുന്നെങ്കിൽ അത് പാർട്ടി വികാരത്തിലേറ്റ മുറിവെങ്കിൽ താത്വികം എന്ന ന്യായത്തിൽ ആർക്കും മനസ്സിലാവാത്ത വഴവഴപ്പ ന്യായം പറയാതെ ആ കേസിൽ ഇപ്പോഴും ജയിൽ ചപ്പാത്ത് കഴിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തെ പേടിയില്ലാതെ ചവിട്ടി പുറത്താക്ക്. എന്നിട്ട് പ്രതിരോധിക്കുക. വിശ്വാസവും വർഗീയതയും പറയാതെ ഡിഫൻസിൽ രാഷ്ട്രീയം പറ. അതല്ലാതെ ഒരു പാരടിപ്പാട്ടിൽ കേസെടുത്ത് പേടിപ്പിക്കാൻ നോക്കിയാൽ കൂട്ട അറസ്റ്റുകളിൽ ജയിലുകൾ നിറച്ചാൽ അങ്ങ് പേടിച്ച് വാപത്തുമെന്നാണോ മൗഢ്യം? ഈ കേരളം മതഭേദങ്ങളില്ലാതെ രാഷ്ട്രീയം നോക്കാതെ പറയും, എടോ കള്ളപ്പോറ്റി, എടോ വാസു പത്മകുമാറെ, നീയൊക്കെ തൊട്ടത് അയ്യപ്പനെയാണ്, കൈവച്ചത് ആ പ്രതിഷ്ഠാ പരിസരത്താണ്, അള്ളി അകത്താക്കാൻ നോക്കിയത് ഈ നാടിന്റെ വികാരത്തെയാണ്. മാപ്പില്ലാ വഞ്ചനയ്ക്ക് കടക്കടാ പുറത്ത്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ VS ജിതിൻദേവ്, ഡോക്ടർ B ജയരാജ്, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. അതിനു മുമ്പ് ഈ GP കുഞ്ഞബ്ദുള്ള, ഈ പാരഡി ഗാന രചയിതാവാണ്, അദ്ദേഹം അല്പസമയം ചേരുന്നു. ശ്രീ കുഞ്ഞബ്ദുള്ള, ഇതുപോലെയുള്ള ഒരുപാട് പാട്ടെഴുത്തങ്ങ് നടത്തിയിട്ടുണ്ട്. ഇതാണിപ്പോൾ കേസും ബുക്കാറും ഒക്കെ ആയത്. കേസാകുമെന്ന് എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി ഒന്ന് വൈറലാവുന്നുണ്ടല്ലോ, അപ്പോഴെങ്കിലും കരുതിയിരുന്നോ? ആകെ ഒരു പേടി തോന്നുന്നുണ്ടോ വാർത്തയെ കണ്ട്? കേസാവെന്ന് കരുതിയില്ല. കേസാവേണ്ട ഒരു രൂപത്തിലുള്ളൊരു രചനയൊന്നും നടന്നിട്ടില്ല. ഇത് ഞാൻ 10-30 വർഷമായിട്ട് എഴുതുന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ എഴുതിയത്. ആനുകാലിക പ്രശ്നങ്ങളെല്ലാം വെച്ച് ഒരു പാട്ട് എഴുതി, അത്രയേ ഉള്ളൂ. അതൊരു പാരഡി ഗാനം എന്നുള്ള നിലക്ക് എഴുതിയതാണ്. പിന്നെ കേസിൻ്റെ ഭയന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു കൂട്ടർ കേസ് കൊടുക്കാൻ വിചാരിച്ചാൽ അവർ കേസ് കൊടുക്കും, അവന് നിയമപരമായിട്ട് നേരിടണം. വലിയ ഗുരുതരമായ വകുപ്പൊക്കെയാണ് കുഞ്ഞബ്ദുള്ള. ഏതോ മതവിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കിവിടാനുള്ള ഗൂഢലക്ഷ്യം എന്നൊക്കെയാണ് എഴുതി വിട്ടേക്കുന്നത്. പോലീസിൽ നിന്ന് ഇതുവരെ എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയോ? പോലീസിൻ്റെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. എന്താ വകുപ്പ് ചേർത്തെന്നും ഞാൻ അറിയില്ല. 10-600 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ സാമൂഹ്യ വിമർശനം നടത്തണമെന്ന് തോന്നുമ്പോഴൊക്കെ അത് നടത്തിയിട്ടുമുണ്ട്. ഇതിപ്പോൾ സൈബർ സ്പേസിലൊക്കെ താങ്കളെ വലിയ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ നീക്കമൊക്കെയാണ്. പാട്ടെഴുത്ത് മതിയാക്കാം എന്നൊരു തോന്നലുണ്ടോ ശ്രീ കുഞ്ഞബ്ദുള്ള? അങ്ങനെ പാട്ടെഴുത്ത് നിലക്കൊന്നും പറഞ്ഞൂടാ. പാട്ട് എന്ത് പ്രശ്നം ലോകത്തുണ്ടായാലും ഞാൻ പാട്ട് എഴുതാറുണ്ട്. എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അന്നേരം പാട്ട് എഴുതും. ചിലപ്പോൾ എഴുതാണ്ട് നിൽക്കും. അത് അന്നത്തെ സാഹചര്യം പോലെ ഇരിക്കും. താങ്കളൊരു മാപ്പിളപ്പാട്ടിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവതാരിക എഴുതിയിരിക്കുന്നത് CPM-ന്റെ മുതിർന്ന നേതാവ് ശ്രീ TK ഹംസയാണ്. അവതാരികയിൽ TK ഹംസ പറയുന്നുണ്ട്, മാനവികതയുടെ സംസ്കാരത്തിനനുസരിച്ച് പാട്ടുകൾ എഴുതുന്ന ആളാണ് താങ്കൾ, GP-യുടെ സമീപനം എന്നാണ്. മനസ്സിൻ്റെ ഈണം പാടി വിരിഞ്ഞുള്ള ഇശൽ എന്നൊക്കെ പറയുന്നുണ്ട്. പാട്ടുകളിൽ വലിയ ആത്മീയ പ്രശാന്തത എന്നൊക്കെയാണ് TK ഹംസ പറയുന്നത്. അപ്പോൾ ഹംസയടക്കം രാഷ്ട്രീയ ഭേദമന്യേ വലിയ സൗഹൃദ വലയമുണ്ടോ GP? ഒത്തിരി സുഹൃത്തുക്കളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നമ്മളുടെ എൻ്റെ നാട്ടിലെ സെക്രട്ടറി തന്നെ മോഹന് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ഞങ്ങൾ ദുബൈയിൽ ഒന്നിച്ച് യാത്ര ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ TK ഹംസക്ക് എൻ്റെ പാട്ട് മുമ്പേ എഴുതിയതാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും സമയം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് നിർമ്മിക്കാത്തത്. പോറ്റിയെ കയറ്റിയ പാട്ടിന് 2ാം ഭാഗം വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. വാസുവിന്റെ വീക്ഷണകോണിലൂടെ ജയിലിൽ നിന്ന് വാസു മുഖ്യമന്ത്രി കഴിയുന്ന എന്തോ ഒരു കത്തുപാട്ടെന്നാണ് കേൾക്കുന്നത്. പാട്ടായോ? രണ്ടുപേരും അങ്ങ് പാടാവോ? ഏതോ കലാസത്തിൽ അങ്ങ് പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞാൽ അങ്ങേക്ക് പോവാം. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ അത് ഏതായാലും ഈ കോലാഹലം ഒന്ന് കൈകെട്ട് എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാന്നുള്ള, അങ്ങനെ എഴുതാതിരിക്കാം, എഴുതാം, അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സി ജി പി കുഞ്ഞമ്പുള്ള. താങ്കൾ എന്താണ് തിരക്കിട്ട ഒരു പരിപാടിയിലേക്ക് പോകേണ്ടതിനിടയിൽ ഞാൻ വിളിച്ചിരുത്തിയതാണ്. താങ്ക് യു. ഡോക്ടർ ബി ജയരാജ്, എല്ലാ അർത്ഥത്തിലും അപകടകരമായ നീക്കമല്ലേ? ഒന്നാമത്തെ കാര്യം, കേട്ട് ചിരിച്ചു കളയേണ്ട ഒരു പാട്ടാണ്, അതിനെ അങ്ങേയറ്റം കമ്മ്യൂണലാക്കുന്നു. അതിനാനുപാതികമായ ഒരു സ്പോൺസേഡെന്ന് തോന്നുന്ന ഒരു പരാതിയിൽ വളരെ വേഗം നടപടി ഉണ്ടാവുന്നു, ഗുരുതര വകുപ്പുകൾ ചുമത്തുന്നു, ധ്രുവീകരണത്തിന് കാരണമാകും പോലെ CPM പ്രതികരണങ്ങൾ വരുന്നു. രണ്ടാമത് ഇലക്ഷൻ എന്താണ് കഴിയുമ്പോഴേക്കും ആ പാട്ട് തീർന്നു പോകേണ്ടതാണ്. അതിന് ഷെൽ ലൈഫ് തീരേണ്ട ഒരു പാട്ടിനെ പിന്നെയും കേസെടുത്ത് ചർച്ചയാക്കി കേരളത്തെ കൊണ്ട് പിന്നെയും പാടിക്കുകയാണ്. മൊത്തത്തിൽ ഈ എപ്പിസോഡിൽ സർക്കാർ കാണിക്കുന്നത് മണ്ടത്തരമല്ലേ ഡോക്ടർ ബി ജയരാജ്? ഇതിനകത്ത് നമ്മൾ ആദ്യമേ കാണേണ്ടത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. അൺടൈംലി ആയിട്ടുള്ള ഒരു പാട്ട്, അതായത് മിക്സിങ് റിലീജിയൻ വിത്ത് പൊളിറ്റിക്സ് എന്നുള്ള ഒരു സമ്പ്രദായം നേരത്തെ തന്നെ എതിർക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരും പ്രത്യേകിച്ച് മതവിശ്വാസികളോ ദൈവവിശ്വാസികളോ ഒന്നും അല്ലെങ്കിൽ പോലും മറ്റ് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന ഒരു പ്രവൃത്തിയും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാറില്ല. ഇതിനു മുമ്പ് നേരത്തെ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഈ പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് നടക്കുന്നതിന് വെളിയിൽ വെച്ചിട്ട് അലോഷി ഒരു പാട്ട് പാടിയപ്പോൾ എന്തൊക്കെ കോലാഹലമായിരുന്നു, ഇത് ക്ഷേത്രത്തിൽ പാടാമോ പാടിക്കൂടായോ എന്നൊക്കെ ഉള്ളത്. ഇത് ഇന്നലെയും തുടങ്ങിയ പ്രവൃത്തിയൊന്നും അല്ലെന്നേ. ഇത് വി സാംബശിവൻ കഥാപ്രസംഗം നല്ല സാഹിത്യത്തിനെ മലയാളികളോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വി ഡി രാജപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു പാരഡി ആളുകൾ കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് അതിനെതിരെ, അതായത് ഒരു ഡേർട്ടി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് കോൺഗ്രസ്സിന്. അത് തന്നെയാണ് ശശി തരൂരിനെതിരെ ചിലപ്പം പേന ഏൽപ്പിക്കുന്നത്, അതുതന്നെയാണ് വി ഡി സതീശിനെതിരെ ചിലപ്പോൾ പേന ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗിമ്മിക്കുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ വരുന്നത്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറയുന്നത്, അത് അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന ഒരാളുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആരും അടിച്ചേൽപ്പിക്കുന്നതൊന്നുമല്ല. വളരെ സെക്യുലറായിട്ടുള്ള വളരെ മതേതരമായിട്ടുള്ളൊരു സ്ഥലമാണ് ശബരിമല പോലുള്ള സ്ഥലം. ഇപ്പോൾ ഹരിവശാസനം എടുത്തു വെച്ചിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ വളരെ പാടിപ്പഴകിയ ഒരു പാട്ടെടുത്ത് വെച്ചിട്ട് ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല. അഥവാ ഉണ്ടാക്കിയാൽ തന്നെ പാരഡി രംഗങ്ങളിലൊക്കെ പാടാം. പക്ഷേ അത് ഇത്ര ഒരു ഇലക്ഷൻ ടൈമിന് അതിൻ്റെ മാനങ്ങൾ മാറും. അതാണ് ഇലക്ഷൻ ടൈമിലാണെങ്കിൽ അല്ലെങ്കിലും ഈ താങ്കൾ ഈ പറയുന്നത് പോലുള്ള മതവികാരങ്ങളെ അവഹേളിക്കുന്നത് തെറ്റാണ്. അത് ഇലക്ഷൻ ടൈമൊന്നും അല്ലെന്നൊന്നുമില്ല. പക്ഷെ ഈ പാട്ടിൽ അയ്യപ്പനെ എങ്ങനെയാണ് ഇകഴ്ത്തുന്നത്? ഈ പാട്ടിൽ അയ്യപ്പന്റെ വിശ്വാസത്തെ, അവിടുത്തെ ആചാരങ്ങളെ, അവിടുത്തെ മാളികപ്പുറത്തെ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തുന്നുണ്ടോ? അതിനെ പുകഴ്ത്തി പറയുന്നതല്ലാതെ ഡോക്ടർ ബി ജയരാജ്, ഇതിൽ ഈ വിശ്വാസവുമായി എങ്ങനെയാണ് നിങ്ങൾ ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നത്? ഇതിനകത്ത് ഈ കൊള്ള നടത്തിയതിനകത്ത് ശ്രീകുമാർ എന്ന് പറയുന്നത് ആരാണ്? ശിവകുമാറിൻ്റെ ബ്രദറാണ്. അതുപോലെ ഈ 10 ദേവസ്വം ബോർഡ് എംപ്ലോയി യൂണിയൻ്റെ ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും പല പല രാഷ്ട്രീയ സംഘടനകളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അവരോടൊപ്പം ഈ പോറ്റിയെ ആദ്യമായിട്ട് സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തുന്നതും സോണിയാഗാന്ധിയുടെ കയ്യിൽ ഇത് കെട്ടിക്കൊടുക്കുന്നതും ആര് ചേർന്നിട്ടാണ്? പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. അപ്പോൾ അന്ന് തൊട്ടുള്ള അന്വേഷണങ്ങളാണ് നടക്കേണ്ടത്. ഞാൻ പറയുന്നത് സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുന്നത് നിങ്ങളെ രാഷ്ട്രീയമായി മുറിവേൽപ്പിക്കലാണ്. ആ രാഷ്ട്രീയമായി മുറിവേൽപ്പിച്ചാൽ രാഷ്ട്രീയ മറുപടിയാണ്. ഇപ്പൊ താങ്കൾ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ മറുപടി, അല്ലെങ്കിൽ അപ്പുറത്താരെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണത്തിൽ ആ മറുപടിയല്ലേ പറയേണ്ടത്? ഇപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളൊന്ന് പ്ലേ ആവും. രാജഗോപാൽ പറയുന്നത് ഒറ്റ ഞാൻ രാജഗോപാൽ ഇന്നലെ നമ്മളോട് പറഞ്ഞു, ഒന്ന് പ്ലേ ആവും. ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ, വിവിധ സംഘടനകൾ പരാതി കൊടുത്ത് മുന്നോട്ട് വരികയാണ്. നാളെ ഇതെവിടേക്കാണ് എത്തുക? സ്വാഭാവികമായിട്ടും വലിയൊരു ധ്രുവീകരണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വർഗീയ ചിന്താഗതിയിലേക്കും ധ്രുവീകരണത്തിലേക്കും കേരളത്തെ കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ഇടവരുത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ അപകടകരമായ സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാക്കും. അത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. എന്ത് സ്ഥിതിവിശേഷം ഉണ്ടാക്കും? ഏത് ഹൈന്ദവ സംഘടന കൊണ്ട് പരാതി കൊടുത്തു? ഏതോ ഒരാൾ കൊണ്ട് കൊടുത്ത പരാതിയിൽ എടുത്തേക്കുന്ന വകുപ്പ് എന്തൊക്കെയാണെന്ന് ശ്രീ ബി ജയരാജ്? ഇത് യു പിയിലെ പോലീസ് പോലും എടുക്കാത്ത എന്തോ മതങ്ങൾ തമ്മിലടിക്കാനുള്ള എന്തോ വകുപ്പൊക്കെ ഉണ്ടായിരുന്നുള്ള FIR കേസ് എടുത്തേക്കുന്നത്. ചുമത്തത് ഗുരുതര വകുപ്പുകളാണ്. എന്തിനകത്താണ്? ഒരു രാഷ്ട്രീയ വിമർശന പാട്ടിനകത്ത്. ഇവിടെ എന്തോ സമുദായ കലാപം ഉണ്ടാവുമെന്ന് പറയുന്നത് ആരാ? ബജരംഗ് ദളിന്റെ ജില്ലാ സെക്രട്ടറി അല്ല, CPM ജില്ലാ സെക്രട്ടറിയാ. ഇതെന്തോ ഒരു അനുവാദരഹിതമായ കാപട്യവും മണ്ടത്തരവോ കാണിക്കുന്നേ ശ്രീ ബി ജയരാജ്.
കാപട്യവും മണ്ടത്തരത്തിന്റെ കാര്യമല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയും BJPയും പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സമകാലീന കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ജോസഫ് മാഷിന്റെ കൈവെട്ടി കേസ് അറിയാമല്ലോ. എന്ത് നിസ്സാരമായ ഒരു ചോദ്യം പ്രിപ്പയർ ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഒരു ഭീകര സംഘടന അദ്ദേഹത്തിന്റെ കൈവെട്ടിയത്. അത്രയും വളരെ ഇതായിട്ടുള്ള കഴിഞ്ഞ 9 ഇവിടെ ശബരിമല പോലെ കേരളത്തിന്റെ ഒരു അഭിമാന സ്തംഭത്തെ വിശ്വാസ കേന്ദ്രത്തിൽ ഒരു കൊള്ളയുണ്ടായി. അതിൽ തർക്കമുണ്ടോ? അത് കോടതി കണ്ടെത്തിയതാണ്. ഒരു കൊള്ളയുണ്ടായി. അത് സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര വിഗ്രഹ സംശയം ഉണ്ടാവുന്നു. ആ കൊള്ള കേരളത്തെ മതിക്കുന്ന പ്രശ്നമാണ്. ആ കൊള്ളയെ പറയുന്ന ഒരു പാർട്ടി, നിങ്ങൾ ഈ മതവും അതിന്റെ വിശ്വാസവും അതിന്റെ അതിന്റെ വികാരവ്രണപ്പെടലും സാമുദായിക കലാപം ഉണ്ടാവലിനെ പറ്റി പറയുന്നത് എന്തിനാണ്? ദുഷ്ടലാക്കാണ്, വീണ്ടും ധ്രുവീകരണം ഉണ്ടാക്കാൻ. ബി ജയരാജ് അക്രമമാണ് കാണിക്കുന്നേ. ഇതിനകത്ത് ധ്രുവീകരണം ഉണ്ടാക്കുന്നതല്ല, ധ്രുവീകരണം ഉണ്ടാക്കി കഴിഞ്ഞു ഓൾറെഡി. ആരുണ്ടാക്കി? എവിടെ ഒരു ധ്രുവീകരണം ഉണ്ടായില്ല. ഈ പാർട്ടിയായിട്ട് ഒരു വിശ്വാസിയുടെ വികാരം വ്രണപ്പെട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഈ പാർട്ടിയായിട്ട് ഒരു വിശ്വാസി വികാരം വ്രണപ്പെട്ടിട്ടില്ല. ശ്രീ ജയരാജ്, അത് വിശ്വാസികളോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ. വിശ്വാസികളോട് ചോദിച്ചാലേ അറിയാൻ പറ്റും. ഞാൻ വിളിച്ചപ്പോൾ പല പ്രായമായ ആളുകളും പറഞ്ഞത് എന്തോ പറഞ്ഞു? പറഞ്ഞത് ഈ പാട്ട് വളരെ മോശമായി പോയി, വേറെ ഒരു പാട്ട് ഇവർക്ക് കിട്ടിയില്ലേ, കോൺഗ്രസ്സുകാർക്ക് വേറെ ഒരു പാട്ടും കിട്ടിയില്ലേ. സിപിഎമ്മിന്റെ ഭാരവാഹികളെ സിപിഎമ്മിന്റെ ഭാരവാഹികൾ മുറിവേറ്റു. അത് പാർട്ടി വികാരമാണ്, വിശ്വാസി വികാരമല്ല. എന്നോട് നേരിട്ട് സംസാരിച്ച എത്രയോ പേരുണ്ട്. ഞാൻ എന്നോട് വിശ്വാസികളെ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഏലംകുളം മംഗലക്കൽ ശങ്കര നമ്പൂതിരിപ്പാടിന്റെ ഭാര്യയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ EMS അവിടെ പോയി കൂട്ടു നിന്നിട്ടുണ്ട്. അങ്ങനെയല്ല ഈ പറയുന്ന കപട യുക്തിവാദിയായിട്ടുള്ള അറക്കേപ്പറമ്പിൽ കുര്യൻ ആന്റണി ചെയ്തത്. ആന്റണിയുടെ ഭാര്യയെ എവിടെയാണ് മറ്റേ ഇതുണ്ടല്ലോ ഒരു കൃപാസനത്തെ വിട്ടിട്ടാണ് മോനെ BJP വേണമെന്ന് തീരുമാനിക്കുന്നത്. പങ്കം വരുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടാറില്ല. ഞാൻ ജിൻഡോയിലേക്ക് വരുമ്പോൾ ശ്രീ VS ഇതിന്റെ ഇവിടെ അങ്ങേക്ക് പന്തളവുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. എൻ്റെയൊക്കെ സൂപ്പർ സീനിയറായ കോളേജിൽ താങ്കൾ പഠിച്ചിറങ്ങിയ ആളുമാണ്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന വീരമരുടെ പാട്ട് നമ്മുടെയൊക്കെ എന്താണ് നിത്യജീവിതത്തിന്റെ ഭാഗം പോലുമാണ്. ആ പാട്ട് എല്ലാ ദിവസവും ഒന്നും കേൾക്കാത്ത ഒരു പന്തളംകാരനും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ഒരാളും ഉണ്ടാവില്ല. ആ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് കേട്ട് തരിമ്പെങ്കിലും അങ്ങയുടെ വിശ്വാസി വികാരത്തിന് മുറിവുണ്ടായോ ശ്രീ ജിതിൻ ദേവ്? ഇതൊക്കെ വിളിച്ചു പറയാൻ ചില ആൾക്കാരുണ്ടോ എന്നുള്ള ആത്മാഭിമാനം മാത്രമാണ് ഹാഷ്മി. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. എന്തായാലും ഈ പാട്ട് എഴുതിയൊരു BJPക്കാരനല്ല, ഒരു കോൺഗ്രസ് അനുഭാവമുള്ള ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. നോക്കൂ, ഇവരുടെ ഈ കാപട്യം, ഇവരുടെ ഈ ന്യൂനപക്ഷ സ്നേഹം ഇവിടെയാണല്ലോ വെളിവായി വരുന്നത്. ദൈവമേ, ഇവര് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ എത്ര വിരുദ്ധമായിട്ടാണ്. ഒരു ചെറിയ പാരഡി ഗാനം, സ്വന്തമായിട്ട് വടിവാള് മുതൽ ബോംബ് വരെ സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടി, ഊരിപ്പിടിച്ച വാളുകൾക്ക് നടന്ന ഒരു നേതാവ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കാലത്താണ് ഒരു നാല് വരി പാരഡിയെ പേടിച്ച് ഇമാതിരി കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നാണവും മാനമില്ലല്ലോ. തോറ്റമ്പിയെങ്കിൽ അതങ്ങ് സമ്മതിച്ചാൽ പോരെ. എന്തിനാണ് ഈ ഒളിപ്പില്ലായ്മ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? എന്തിനാണ് ഇങ്ങനെ ഹിന്ദുക്കളെ നിങ്ങൾ അപമാനിക്കുന്നത്? ഇവിടെ വലിയവായി നിങ്ങൾ പറഞ്ഞല്ലോ കടക്കല് അലോഷി പാടിയത്. അവിടെ അലോഷി അമ്പലത്തിലെ അയ്യപ്പ ഭക്തിഗാനം അല്ല പാടിയത്, അവിടെ വിപ്ലവഗാനം പാടി. അതിന്റെ ബാക്കി ഫലം എന്താ? കടക്കല് ഇന്നേ വരെ മറ്റു പാർട്ടിക്ക് മെമ്പർമാരുണ്ടാവുന്ന സ്ഥലത്ത് BJPയുടെ ഒരു മെമ്പർ ഉണ്ടായി കടക്കൽ പഞ്ചായത്തിൽ. അതിന്റെ റിസൾട്ട് അതാണ്. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ മതവികാരം വ്രണപ്പെട്ടു. ഏത് കമ്മ്യൂണിസ്റ്റുകാരന്റെ മതവികാരം വ്രണപ്പെട്ടത്? എന്നാണ് നിങ്ങൾക്ക് ഈ മതബോധമൊക്കെ ഉണ്ടായത്? ഇവിടെ അതിനകത്ത് എനിക്കൊരെതിരെ അഭിപ്രായമുണ്ട്. അവിടെ അമ്മിണിമാരെ കയറ്റിയത് മാറ്റിയിട്ട് കനകദുർഗമാരുടെ പേരിലൂടെ പറഞ്ഞു തന്ന അഭിപ്രായം എനിക്ക് അതിനകത്തുള്ളൂ ആ പാട്ടിനകത്ത്. പിന്നെ പോറ്റിയെ കയറ്റിയത് നിങ്ങളല്ല, കോൺഗ്രസ്സുകാരാണ് നിങ്ങളുടെ വാദം. മതവികാരത്തിന്റെ കുത്തവകാശം CPM ഒട്ടുമേ നൽകിയിട്ടില്ല ആരും. CPM പോലും എന്താണ് ഇപ്പോഴെടുക്കുന്നത്? നിങ്ങൾക്ക് ആര് തന്നിട്ടുണ്ട്? ഇവിടെ രാത്രിയിൽ ആക്ടിവിസ്റ്റുകളെ കയറ്റിയിട്ട് ഒരു കൂട്ടം അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ നോക്കി നിങ്ങൾക്കാണോ വന്നിട്ടുള്ളത്? ഇവിടെ ഹിന്ദു ദേവതകളുടെ രൂപം നിങ്ങൾ നഗ്നചിത്രം വരച്ചു വെക്കുമ്പോൾ ഭാരതീയ സംസ്കാരത്തിന്റെ സ്രോതസ്സുകളായ പുരാണ ഇതിഹാസങ്ങളുടെ ക്ലാസിക്കൽ കലാസങ്കല്പം, ഇവിടെ ടീച്ചറുടെ പ്രഥമാധ്യാപകരുടെ കുഴിമാടം തീർക്കുമ്പോൾ ഇൻസ്റ്റലേഷൻ, കലാവിന്യാസം, ഇതല്ലേ നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടുന്നത്? ഇങ്ങനെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഞങ്ങൾ അംഗീകരിക്കേണ്ടത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പിണറായിയുടെ കാലത്ത് ശബരിമലയെ വിമർശിക്കാതിരിക്കുന്ന കാലം വരെയാണ്. അപ്പൊ അതുകൊണ്ട് ഇമാതിരി ഗിമിക്സ് ഒന്നും കാണിക്കണ്ട. ഇനിയും പാരഡികൾ ഉണ്ടാവണം, ഇനിയും വിളിച്ചു പറയണം. ജയിലിൽ കിടക്കുന്ന സഖാവ വാസു സഖാവ, നിങ്ങളുടെ പത്മകുമാർ സഖാവ, ജില്ലാ കമ്മിറ്റി അങ്ങനത്തെ പുറത്താക്കിയില്ലല്ലോ. എന്തേ മുട്ടിടിക്കുന്നേ? പുറത്താക്കിയ വേറെ പല പേരും പത്മകുമാർ പറയും.
അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ തോളിയേറ്റ് നടന്ന് ജനങ്ങളെ, വിശ്വാസികളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ, പറ്റിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പറയാൻ തയ്യാറായ ആണത്തമുള്ളവരുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് ഇതൊന്നും കാട്ടി നിങ്ങൾ കേസ് കാട്ടി പേടിപ്പിച്ചൊന്നും ഈ നാട്ടുകാരെ പറ്റിക്കണ്ട. അതുകൊണ്ട് കുഞ്ഞബ്ദുള്ള പാരഡി എഴുതിയില്ലെങ്കിൽ പാരഡി എഴുതാൻ തയ്യാറായിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ വേറെ ഉണ്ടാവും ഹാഷ്മി. കേരളത്തിന്റെ പ്രശ്നം അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ വിലക്ക് പറഞ്ഞാൽ എന്താണ് വിരട്ടാൻ നോക്കിയാൽ സമാനമായ രീതിയിൽ നൂറുകണക്കിന് സാധനം ഇറങ്ങും. ആ ഫോർമാറ്റ് ഒറ്റ പാട്ടൊന്ന് കേൾപ്പിക്കാവോ? അയ്യപ്പന്റെ സ്വർണമെല്ലാം കട്ടെടുത്ത പോറ്റി, വിയൂരിലെ ജയിലിനുള്ളിൽ അഴിയെണ്ണുന്ന പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട പോറ്റി, SIT-ക്കാർ അറസ്റ്റു ചെയ്തു ജയിലിലിട്ട പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി. നല്ല സൂപ്പർ താളബോധം. ജിൻഡോ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിലെ വലിയ ഭൂരിപക്ഷത്തിൽ നേടിയ വിജയത്തിന് അഭിനന്ദനങ്ങൾ. താങ്കൾ അർഹിക്കുന്ന ജയമാണ് ജിൻഡോ. പക്ഷേ താങ്കൾ അടക്കമുള്ളവരുടെ ആധികാരികമായ വിജയത്തിന് കാരണം ഈ പാട്ട് മാത്രമെന്നാണ് ധാരണ. അതിനെ ആ രീതിയിൽ അവതരിപ്പിക്കൽ, MP-മാർ പോയി പാടൽ, നേതാക്കൾ വരിവരെയെന്ന പാടൽ, അതൊരു പാരടിപ്പാട്ടാന്നേ. അതിനെ നിങ്ങൾ അതർഹിക്കുന്ന ഗൗരവത്തിൽ പറയാതെ അനുവാദരഹിതമായ പ്രാധാന്യം നൽകുന്നുണ്ടോ ജിൻഡോ? അതിനാവശ്യമുണ്ടോ? ഇല്ല ഹാഷ്മി, ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് കാരണം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, കഴിഞ്ഞ 9.5 കൊല്ലക്കാലമായി കേരളത്തിലെ സർവ്വസാധാരണക്കാരെയും ഈ സർക്കാർ കൊള്ളയടിച്ചത് കൂടിയാണ്. എല്ലാവിധത്തിലുമുള്ള കൊള്ള നടത്തിയിട്ടുണ്ട്. അവസാനം ശാസ്താവിനെ കൊള്ളയടിച്ചത് കൂടി വന്നപ്പോൾ അത് പൂർത്തിയായി. ആളുകൾ ഇതെല്ലാം ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ വിഷയത്തിലേക്ക് ഇതിനെ ചുരുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നത് CPM ആണ്. പിന്നെ ഇതിങ്ങൾക്കൊന്നും ഒരു ബോധവും ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റതിന് ശേഷവും ആ പാട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അയ്യപ്പനെ കൊള്ളയടിച്ചത് ഞങ്ങളാണേ എന്ന് വീണ്ടും പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്താണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതി? ഞാൻ ഈ സംഘടനയെക്കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, എൻ്റെ അറിവുറവായിരിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന് ഈ പരാതി കൊടുത്ത മഹാന് അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയവരെ കുറിച്ച് ഒരാക്ഷേപവുമില്ല. അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് 1000 പോലീസിൻ്റെ അകമ്പടിയോടെ ആക്ടിവിസ്റ്റുകളെ കയറ്റി ആചാരലംഘനം നടത്തിയപ്പോൾ ഒരു ആക്ഷേപമില്ല. ശബരിമല ശാസ്താവിൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് ഉളുപ്പില്ലാതെ വിളമ്പിയ M സ്വരാജിനെ കുറിച്ച് ഒരു പരാതിയുമില്ല. അയ്യപ്പന് മാത്രമല്ല, മേൽശാന്തിക്കും തന്ത്രിക്കും വരെ ബ്രഹ്മചര്യം ഇല്ലല്ലോ എന്ന് ഇളിച്ചോണ്ട് പറഞ്ഞ പിണറായി വിജയനെ കുറിച്ച് ഒരു ആക്ഷേപമില്ല. ഞങ്ങൾ ഒരുപാട് യുവതികളെ കയറ്റി ആചാരലംഘനം നടത്തി എന്ന് പറഞ്ഞ MM മണിയെ കുറിച്ച് ഒരു ആക്ഷേപമില്ല. വ്യാജ ചെമ്പോലയുടെ വരുത്തിൽ, മോൻസൺ മാവുങ്കൽ പടച്ചെടുത്ത വ്യാജ ചെമ്പോലയുടെ വരുത്തിൽ ആചാരലംഘനത്തിന് അനുഗുണമാകുന്ന രീതിയിൽ കൈരളി ചാനലും ദേശാഭിമാനി പത്രവും ഒക്കെ നിരവധി തവണ അച്ചു നിരത്തി വാർത്ത പറഞ്ഞപ്പോൾ ഒരാക്ഷേപം തോന്നിയില്ല. ഇനി ഗവൺമെന്റ് കൊടുത്ത, സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കാത്തതിൽ ഒരാക്ഷേപമില്ല. 10-26 മനുഷ്യരെ ഈ 2600ഓളം കേസുകളിൽ പ്രതിയാക്കി ഈ ഗവൺമെന്റ് വേട്ടയാടുന്നതിൽ അദ്ദേഹത്തിന് ഒരാക്ഷേപമില്ല. ഏറ്റവും അവസാനം ഈ പത്മകുമാറിനെ പോലെ, വാസുവിനെ പോലുള്ള മുന്തിയ പൗരപ്രമുഖന്മാർ, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ പൗരപ്രമുഖന്മാർ, പാർട്ടി നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ കട്ടിളയും മേൽക്കൂരയും വരെ കൊള്ളയടിച്ചതിൽ ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവിന് ഒരാക്ഷേപമില്ല. ഏതോ പാവപ്പെട്ടവൻ ഒരു പാട്ട് എഴുതിയതിനെ കുറിച്ചാണ് ആക്ഷേപം. ഈ പാട്ട് അൺടൈംലി എന്നാണ് ജയരാജിന്റെ വാദം. അൺടൈംലി അല്ല, ടൈംലി ആണ്. ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി എഴുതിയതല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പേ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന ഒരു പാട്ടാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ കൂടുതലായിട്ട് പാടി. എൻ്റെ 7ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ വരെ ആ പാട്ട് പാടി തുടങ്ങി. അതിന് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇന്ന് കാണുന്ന മുഴുവൻ ആളുകൾ ഈ പാട്ട് മൂളിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ജയരാജ് ആരോടൊക്കെ ചോദിച്ച് അറിഞ്ഞെന്ന് പറഞ്ഞ വിശ്വാസികൾക്ക് വ്രണപ്പെട്ടുവെന്ന്. ഈ പാട്ട് കേൾക്കുമ്പോൾ വ്രണപ്പെടുന്ന വികാരമുള്ളത് CPM-കാർക്ക് മാത്രമാണ്, അല്ലാതെ വിശ്വാസികളായിട്ടുള്ള ഒരു മനുഷ്യനും വ്രണപ്പെട്ടില്ല. ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ടപ്പോൾ വിശ്വാസം വ്രണപ്പെടാത്ത സഖാക്കന്മാരായിട്ടുള്ള, മുന്തിയ പൗരപ്രമുഖന്മാരായിട്ടുള്ള സഖാക്കന്മാർക്കല്ലാതെ മറ്റാർക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ വികാരം വ്രണപ്പെടുന്നില്ല. ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണക്കൊള്ള നടത്തിയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ജയരാജെ? നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ എന്താ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ പാരഡി ഒരു പ്രശ്നമാണെന്ന് കലാഭവൻ മണിക്കും അല്ലെങ്കിൽ നാദിർ ഷായ്ക്കും കൈരളി ചാനലിനുമെതിരെ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾ കേസെടുക്കുമോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും CPM-ന്റെ പ്രാദേശിക പ്രവർത്തകർ ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ സമാനമായ ട്യൂണിൽ തന്നെ പാട്ട് പാരഡി ഇറക്കിയിട്ടുണ്ടല്ലോ. തെളിവുകൾ ഞങ്ങൾ തരാം, നിങ്ങൾ കേസെടുക്കോ? ഫുട്ബോളിനെതിരെ, മൈക്കിനെതിരെ കേസെടുക്കുന്ന, ആംപ്ലിഫയറിനെതിരെ കേസെടുക്കുന്ന പിണറായി വിജയന്റെ കാലത്താണ് ഈ VD രാജപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ കാരണഭൂതൻ അദ്ദേഹത്തെ ജയിലിലിട്ട് ഒരു പരുവമാക്കിയാനെ. VD രാജപ്പനെ നിങ്ങൾക്കറിയാമല്ലോ.
ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവുന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു പാരഡി ഗാനം എഴുതിയാൽ അതിൻ്റെ പേരിൽ വർഗീയതയുടെ ഗവേഷണം നടത്തുന്ന നിങ്ങൾ എത്രയോ തരം താണിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും അധികം വർഗീയത പറയുന്ന പാർട്ടിയായിട്ട് CPM അധപതിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾ ഇപ്പോൾ ഈ വിതയ്ക്കുന്ന വിത്തുകൾ ഭാവിയിൽ നിങ്ങൾ കൊയ്യുന്നത് മറ്റു പലരുമായിരിക്കും. ഇപ്പോൾ വിതയ്ക്കുന്ന ഈ വർഗീയതയുടെ വിത്തുകൾ അത് കൊയ്യുന്നത് മറ്റാളുകളായിരിക്കും. ഇത് നേരിട്ട് ഇതിന് കളമൊരുക്കി മണ്ണൊരുക്കി ഉഴുതുമറിച്ചു കൊടുക്കുന്നത് CPMന്റെ നേതൃത്വത്തിലാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് LDFന്റെ സംസ്ഥാന സമിതിക്കൊക്കെ ഈ തോൽവിയുടെ കാരണം ഈ പാരഡി ഗാനമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോന്നലിനാണ് പ്രശ്നം. നിങ്ങൾക്ക് ഇപ്പോഴും ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ ജനങ്ങളുമായിട്ടുള്ള ജൈവ ബന്ധം നഷ്ടപ്പെട്ടത് കൊണ്ട് ഒറ്റ കാര്യം കൂടി അമ്പലപ്പറമ്പിൽ പുഷ്പനെ അന്വേഷിച്ച് നടന്ന അലോഷിയുടെയും മറ്റാളുകളുടെയും പാട്ട് കേട്ടപ്പോൾ ഒരു വികാരവും സഖാക്കന്മാർക്ക് വ്രണപ്പെട്ടില്ലല്ലോ. ആർത്തവ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അയ്യപ്പന്റെ ചിത്രം വരച്ചു വയ്ക്കുന്ന SFIയുടെയും DYFIയുടെയും നേതാക്കന്മാരുടെ ആ ഇൻസ്റ്റലേഷൻ ആർട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു വികാരവും വ്രണപ്പെട്ടില്ലല്ലോ. അപ്പോൾ വിശ്വാസം എന്താണെന്ന് വിശ്വാസികളുടെ അട്ടിപ്പേരെടുത്തുകൊണ്ട് CPM പറയണ്ട. അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്ന മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ പറയട്ടെ അവരുടെ വികാരം വ്രണപ്പെട്ടോന്ന്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല അത് പറയേണ്ടത്. നാട്ടുകാർക്ക് വിശ്വാസം വ്രണപ്പെട്ടതേ അമ്പലത്തിലെ കൊള്ള നടന്നപ്പോൾ അത് 6 വർഷക്കാലം മൂടി വെച്ച് ആ കള്ള പോറ്റിമാരെയൊക്കെ 6 വർഷക്കാലം പോറ്റി വളർത്തിയ പിണറായി വിജയൻ സർക്കാരിന്റെ നിസ്സംഗതയും ആ പിന്തുണയും ആണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയത്. രാഹുൽ ഈശ്വർ ഇവിടെ രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരെ സപ്പോർട്ട് ചെയ്തോ അയാൾ ജാമ്യം കിട്ടി പുറത്തു നിൽക്കുകയും സപ്പോർട്ട് ചെയ്ത രാഹുൽ ഈശ്വർ 16 നാൾ ജാമ്യമില്ലാതെ ജയിലിൽ കിടന്നെങ്കിൽ അതിലൊരു അനുപാതരഹിതമായ അധികാരത്തിന്റെ ഓവർ പവറിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച ബോധ്യം. അതിന് കാരണങ്ങളുണ്ട്, നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. എന്ന് പറയും പോലെ ഈ പാട്ട് എഴുതിയവർ, അത് പാടിയവർ, അത് പങ്കുവച്ചവരൊക്കെ പിടിച്ച് 16 നാൾ അകത്തിട്ടാൻ തുടങ്ങിയാൽ എന്താകുന്ന അവസ്ഥ രാഹുൽ? ശ്രീ ഹാഷ്മി, 2 പോയിന്റ്സ്. ഒന്ന്, രാഹുൽ ഈശ്വർ കഴിഞ്ഞ തവണ ജയിലിൽ പോയി നിരാഹാരം കിടന്നപ്പോൾ 4-1 എന്ന സുപ്രീം കോടതിയുടെ വിധിന്യായം മാറി, അത് മറക്കണ്ട. 2, രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തല്ല, അത് മറ്റൊരു വിഷയമാണ്, ഞാൻ എടുക്കുന്നില്ല. പകരം ഈ വിഷയത്തിൽ ശ്രീ കുഞ്ഞബ്ദുള്ളയെ ഇന്നലെ തന്നെ വിളിച്ച് ഞങ്ങളുടെ എല്ലാ വിശ്വാസികളുടെയും സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിനോട് പറയുകയും നമ്മളാൽ കഴിയുന്ന എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം ഭക്തരുടെ വികാരമാണ് റിഫ്ലക്റ്റ് ചെയ്തത്. അതായത് അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടോണ്ട് പോയതാണ് യഥാർത്ഥത്തിൽ വിഷമം ഉണ്ടായത്. 2, എല്ലാ സഖാക്കളെയും ഒന്നും മോശമായി കാണുന്ന വ്യക്തിയല്ല ഞാൻ. സഖാക്കളാണേ അയ്യപ്പ എന്ന വാക്കിന് പകരം സഖാക്കൾ ഉണ്ടേ അയ്യപ്പ എന്നുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ചെഗുവേരയുടെ മോള് വന്നപ്പോൾ അവരെ കാണാൻ പോവുകയും ലാ പെഡ്രോസ എന്നാണ് എൻ്റെ ബൈക്കിൻ്റെ പേര് എന്ന് അലൈഡ ഗുവേരയോടും പറയുന്ന വ്യക്തിയാണ്. സഖാക്കളെ ബഹുമാനമാണ്. പക്ഷേ ഇത്ര അസഹിഷ്ണുത പാടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് എന്തായാലും ഇവിടെ വിശ്വാസികൾ ഉള്ളതിൽ കൂടുതൽ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ എനിക്കാണല്ലോ പറ്റുന്നത്. ശബരിമല അയ്യപ്പന് വേണ്ടി ആദ്യം ജയിലിൽ കിടന്ന ഞാനാണ്. ഞങ്ങളാണ് പ്രക്ഷോഭം തുടങ്ങിയത്. ദിവസങ്ങളും ആഴ്ചകളോളം പട്ടിണി കിടന്നതാണ്. അവസാനം ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. ഞങ്ങൾക്കാർക്കും ഈ സോങ്ങിൽ യാതൊരു വികാര വിക്ഷോഭവും തോന്നിയില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ശബരിമല അയ്യപ്പന്റെ വികാരങ്ങളെ, ശബരിമല വിശ്വാസികളുടെ വികാരങ്ങളെ ശ്രീ കുഞ്ഞബ്ദുള്ള പ്രൊട്ടക്ട് ചെയ്യുകയാണ്. എവിടെയാണ് ഞങ്ങളുടെ വികാരം വ്രണപ്പെട്ടത്? അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയപ്പോൾ, ദ്വാരപാലകരിൽ നിന്ന് സ്വർണ്ണം വിളക്കി മാറ്റിയപ്പോൾ, വാതിൽ പാളികളിൽ നിന്നും കട്ടിളയിൽ നിന്നും സ്വർണ്ണം അടിച്ചു മാറ്റിയപ്പോൾ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നും മറയ്ക്കാൻ ഒരു ഹിന്ദു മുസ്ലിം റൈവലറി ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ എന്തുമാത്രം നാണക്കേടിലേക്കാണ് CPM എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനം പോകുന്നത്. CPMനോട് രാഹുൽ പന്തളം ഏരിയ കമ്മിറ്റി അംഗവും പന്തളം രാജകുടുംബാംഗവുമായ പ്രദീപാറിനാണ് പരാതി കൊടുക്കുക എന്നാ പറയുന്നത്. അപ്പൊ അത് വിടാൻ ഉദ്ദേശമില്ല, അതിങ്ങനെ കത്തിച്ചു നിർത്തുക. ഈ പറയുന്ന എന്തോ മതത്തെ ദുരുപയോഗം ചെയ്തു, ഏത് മതത്തെ ദുരുപയോഗം ചെയ്തതിനകത്ത് ഏത് അയ്യപ്പനെ ദുരുപയോഗം ചെയ്തു? അവിടെയാണ് 2 കാര്യങ്ങൾ. എനിക്ക് പ്രദീപ് വർമ്മജിയെ വ്യക്തിപരമായിട്ട് പറയാൻ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ബഹുമാനമാണ്. പക്ഷേ അദ്ദേഹത്തോടുള്ള അഭ്യർത്ഥന യഥാർത്ഥത്തിൽ അയ്യപ്പനെ കുറിച്ച് ഒരു പരാമർശവും അല്ല ഇതിലുള്ളത്. നേരെ മറിച്ച് അയ്യപ്പന്റെ സ്വർണം കട്ടവരെ കുറിച്ചുള്ള പരാമർശമാണ്. 2, എന്നെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സൈബർ പോലീസ് തന്നെയാണ്. അവർ തന്നെയാണ് ഇതിൽ കേസെടുക്കുന്നത്. ഞാനപ്പം കുഞ്ഞബ്ദുള്ള സാറിനോട് ആദ്യമേ വിളിച്ചു പറഞ്ഞു, പോലീസ് ഇന്ന് ചെയ്യാൻ പോണ കാര്യങ്ങൾ നമുക്കറിയാം എന്താ ചെയ്യാൻ പോണേന്ന്. ഇവരുടെ യൂട്യൂബ് പൂട്ടാൻ ശ്രമിക്കും, ഈ പാട്ട് മാറ്റാൻ ശ്രമിക്കും, മെറ്റയ്ക്കൊക്കെ കത്തയച്ചു. അപ്പോൾ അതിനെതിരെ ഇമ്മീഡിയറ്റ്ലി മൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവർ കഥ ഉണ്ടാക്കും, കൂടുതൽ കഥ ഉണ്ടാക്കുകയും ഫോട്ടോഷോപ്പ് ഉണ്ടാക്കുകയും ഇവർ ചെയ്യും. തിരുവനന്തപുരക്കാർ ചെയ്യൂല, എറണാകുളത്താണെങ്കിൽ ഫോട്ടോഷോപ്പും കൂടെ ഉണ്ടാക്കുമായിരുന്നു. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ദുർബലമായ കാര്യങ്ങളെ പർവ്വതീകരിച്ച് ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചേർന്നതല്ല. ഇതാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യുന്നതിൽ കണ്ടത്. ഇതാണ് നമ്മൾ 1.5 കൊല്ലം സിദ്ദിഖാപ്പൻ ജയിലിൽ കിടന്നപ്പോൾ കണ്ടത്. ഇല്ലാത്തൊരു കേസ് പർവ്വതീകരിച്ച് ദേശരക്ഷാ നിയമവും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തി എന്ന് പറഞ്ഞത്. ഇതാണ് മുഹമ്മദ് സുബൈർ എന്ന ഫാക്ട് ചെക്കറെ
നോബൽ സമ്മാനത്തിന് പോലും നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ഫാക്ട് ചെക്കറെ തീവ്ര വലതുപക്ഷ ഭാഗത്തു നിന്നുള്ള പല ആൾക്കാരും ആക്രമിക്കുകയും മറ്റും ചെയ്ത് അവസാനം കോടതി അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തു. നമ്മുടെ നാട്ടിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കളി CPM പോലൊരു പ്രസ്ഥാനം കൊണ്ടുവരുന്നത് അവർക്ക് ചേരുന്നതല്ല. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളിൽ ഒതുക്കാം. ഒരു വിശ്വാസിക്കും ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. രണ്ട്, ഇത് ഫാക്ച്വലി ചെക്ക് ചെയ്താൽ വസ്തുതാപരമായി നോക്കിയാൽ അയ്യപ്പനെ കുറിച്ചുള്ള പാട്ടല്ല, സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള പാട്ടാണ്. ഇനി അതിന്റെ അടുത്ത ലൈൻ അദ്ദേഹം തന്നെ പറഞ്ഞ അടുത്ത ലൈൻ ഉണ്ട്, ആചാരങ്ങളെ ലംഘിക്കാൻ അമ്മിണിമാരെ മലകേറ്റി അടക്കമുള്ള വാക്കുകളുണ്ട്. ഇതെല്ലാം നടന്ന കാര്യങ്ങളല്ലേ, വസ്തുതകളല്ലേ, നമ്മൾ കണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ വിശിഷ്യ മുസ്ലിം സമുദായത്തോട് ഒരു വിപ്രതിപത്തി ഉണ്ടാക്കാനും സ്പർദ്ധ ഉണ്ടാക്കാനും മറുഭാഗത്ത് ഹിന്ദു മുസ്ലിം തർക്കം ഉണ്ടാകാനും എന്നിട്ട് ഞങ്ങളാണ് മതേതരവാദികളെന്നും പറയാനുള്ള ഒരു കളിയാണ് ജയരാജ്. ഇവിടെ ഈ സൈബർ മീഡിയയിൽ ഞാൻ സഖാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞബ്ദുള്ളക്കെതിരെ എന്തൊരു കമ്മ്യൂണൽ, എന്തൊരു നാലാംകിട വൃത്തികെട്ട വായിച്ചാൽ അറപ്പ് തോന്നുന്ന വർഗീയ പ്രസ്ഥാനം വന്നുകൊണ്ടിരിക്കുകയാണ്. ജയരാജ്, ഇവിടെ പ്രശ്നം താങ്കൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ എന്താണ് സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന വരികയാണ് CPMന്റെ പ്രശ്നം. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന കേസിലെ മെയിൻ കോൺസ്പിറേറ്റർ, മുഖ്യ സൂത്രധാരൻ എന്ന് SIT കണ്ടെത്തി പിടിച്ചകത്തിട്ടിരിക്കുന്ന ഈ പത്മകുമാറിനെ പിടിച്ച് പുറത്താക്കണം. ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യാണിപ്പോൾ. എന്താണ് നാളെ ജില്ലാ കമ്മിറ്റി അങ്ങനെ അഭിപ്രായം തേടും, അഭിപ്രായങ്ങൾ സംസ്ഥാന കമ്മിറ്റി അറിയിക്കും, അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടേത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ എന്താണ് ഖണ്ഡിതമായ നിലപാട് എന്താണ്? അന്വേഷണം തീരും വരെ ഒരു നടപടിയില്ല, ഒരു പ്രശ്നവും ഇല്ലെന്നാണ് പറയുന്നത്. അത് പുറത്താക്കാതെ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്ന വല്ല കഥയുണ്ടോ? നാട്ടുകാർ കാര്യം മനസ്സിലാവില്ലേ ശ്രീ ജയരാജ്? ഇതിനകത്ത് ആരെയും പ്രൊട്ടക്ട് ചെയ്യണമെന്ന കാര്യമൊന്നുമില്ല. പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ പ്രതികളാരും വെളിയിൽ വരാതെ പ്രൊട്ടക്ട് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ലല്ലോ. SITയിൽ എന്തുണ്ട്, സ്വാധീനം ചെലുത്താൻ പറ്റത്തില്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്? ഹൈക്കോടതി ഉത്തരവിട്ടതാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെ തിരുത്തിയ കഥകളില്ലേ. പക്ഷേ അതൊന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? മാനമര്യാദയായിട്ട് അന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മിക്സിംഗ് റിലീജിയൻ വിത്ത് പൊളിറ്റിക്സ് എന്നുള്ളതാണ്. ഇത് സ്വരാജ് തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോഴും തൃപ്പൂണിത്തുറ മത്സരിച്ച സമയത്തും ഈ പറഞ്ഞതുപോലെ അയ്യപ്പൻ്റെ പടവുമായിട്ട് പോയി പിന്നെ അത് ഹൈക്കോടതി വെറുതെ വിട്ടു. ആ ഇലക്ഷന് ഇതേ പ്രചരണമാണ് കോൺഗ്രസ് നടത്തിയത്. എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഇതേ പ്രയോഗം പല മതപണ്ഡിതന്മാരും പല മുല്ലമാരും പല വീടുകളിലും കയറി ഇറങ്ങി ഖുറാനും ബൈബിളും ഒക്കെ തലയിൽ കൈവച്ചൊക്കെ അനുഗ്രഹിച്ചൊക്കെ വോട്ട് മേടിക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നത് ഇറോഷൻ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയും അവിടെ ഒരു ഡിബേറ്റിൻ്റെ ഒരു സാധ്യത ഇല്ലാതാവുകയും പ്ലൂറലിസം നഷ്ടപ്പെട്ടു പോവുകയും ഡീവിയൻ്റ് ആയിട്ടുള്ള അല്ലെ വീക്കർ സെഷൻ ഇല്ലാതാവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു മോറൽ ക്രൂസൈഡായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ഇലക്ഷൻ നടക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ പാരഡി പാടുന്ന എന്ത് പാരഡി വേണമെങ്കിലും പാടിക്കൂ. ഫ്ലെക്സ് വെച്ചു ഇവിടെ വിശ്വാസം വ്രണപ്പെടുത്തുന്ന ഒരു വരി അങ്ങ് പറയൂ. വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നത് ഒരാളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഒരാൾ വന്നു. അപ്പോൾ പോലീസ് അത് കംപ്ലൈന്റ് എടുത്തതല്ലേ ഉള്ളൂ. നിയമോപദേശം എടുത്തതിന് ശേഷം അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്ന കുടുംബവർഗീയതയ്ക്കൊക്കെ കംപ്ലൈന്റ് വേണ്ടേ? അതിൽ കേസ് എടുത്തിട്ടുണ്ടോ? സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതല്ല പ്രശ്നം. അതല്ലപ്പോ അങ്ങ് പറയൂ ഈ പറയുന്ന വിശ്വാസി വികാരത്തെ, അയ്യപ്പനെ ഇകഴ്ത്തുന്ന അവിടുത്തെ ആചാരങ്ങളെ ഇകഴ്ത്തുന്ന ഒരു വരി പറഞ്ഞിരുന്നെങ്കിൽ ഇതിനകത്ത് ആചാരങ്ങളെ ഇകഴ്ത്തുന്നതല്ല, ഇത് അൺടൈംലി ആണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അൺടൈംലി എന്ന് പറയുന്നത് ഈ പറയുന്ന മതധ്രുവീകരണം, മതവികാരം, മതങ്ങൾ പരസ്പരം പോരടിക്കാൻ ഉതകുന്ന എന്നൊന്നും വകുപ്പ് മൊത്തം പര്യാപ്തമല്ല. അൺടൈംലി എന്ന് പറയുന്നത് നിങ്ങൾ ചുമത്തിരിക്കുന്ന വകുപ്പ് എന്ന് പറഞ്ഞാൽ ഗുരുതര വകുപ്പുകളാണ്. എന്താണ് മതങ്ങൾ തമ്മിൽ കലാപം ഉണ്ടാക്കാനുള്ള നീക്കമുണ്ടായി എന്നുള്ള വകുപ്പൊക്കെ ചുമത്തിയേക്കുക. റൂൾസ് ആൻഡ് വീട്ടമ്മമാർക്ക് ഞാൻ പറയട്ടെ, വീട്ടമ്മമാർക്ക് വർക്കിംഗ് വിമണിന് 1000 രൂപ വെച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് തടഞ്ഞത്? ഇലക്ഷൻ സമയമായതുകൊണ്ട്. ഇതേ സാധനം തന്നെ ബീഹാറിൽ എന്തുകൊണ്ടാണ് 20,000 രൂപ കൊടുക്കുന്നതെന്ന് വിലക്കാതിരുന്നത്? അത് വേറൊരു രാഷ്ട്രീയം, ഇവിടെ വേറൊരു രാഷ്ട്രീയം കേന്ദ്രത്തിൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം. അത് പെൻഷൻ കൂട്ടിയപ്പോഴെന്താ പറഞ്ഞത്? പെൻഷൻ കൂട്ടിയപ്പോൾ പറഞ്ഞത് ഇലക്ഷൻ മുന്നിൽ പ്രോസസ്സാണ്. ഒരു 10 വർഷമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മതത്തെ ഉപയോഗിച്ചു, ഏതോ ആരാധനാലയം ഉപയോഗിച്ചു വോട്ട് പിടിച്ചു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ പോകുന്ന ചട്ടലംഘന പരാതി. രാജു അബ്രഹാമിന്റെ പ്രശ്നം ഇതെന്തോ സമുദായങ്ങൾ തമ്മിൽ എന്തോ മാരകമായ പ്രശ്നം ഉണ്ടാവുന്നതാണ് രാജു അബ്രഹാമിന്റെ ആശങ്ക. എന്താണ് കപട വേവലാതി? അങ്ങനെ വേവലാതി ഉണ്ടാവാനും മാത്രം ഒരു വരി എന്താ ഇതിലുള്ളേ എന്ന് പറ വ്യക്തമായിട്ട്. ഇതിനകത്ത് ഒരു വരിയുടെ വിഷയം അല്ലെന്നേ. ഒരു അയ്യപ്പന്റെ ബിംബം എടുത്തിട്ട് ഇലക്ഷൻ സമയത്ത് ഉപയോഗിക്കുക ഇന്നലെ തുടങ്ങിയ പ്രവൃത്തിയല്ലെന്ന്.
സ്വരാജിന്റെ ഇലക്ഷൻ ഇത് കാരണം എന്താ? ഉപയോഗിച്ചതാണ്. ഇപ്പോഴും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കാം, പാട്ട് എഴുതാൻ പറ്റില്ല, അങ്ങനെയാണോ? പോലുള്ള ആളുകളെ കയറ്റി അവിടെ അയ്യപ്പന്റെ ഇത് നശിപ്പിച്ചു. ഡോക്ടർ ബി ജയരാജ്, അവിടെ കൊള്ളയടിക്കാം, അവിടെ കൊള്ളയടിക്കാൻ കൂട്ടുനിന്ന് SIT സംശയിക്കുന്ന ജില്ലാ സെക്രട്ടറി രംഗത്തെ CPM ചേർത്ത് പിടിക്കാം, അങ്ങനെയാണോ? ഒരാളെ പോലും വെറുതെ വിടാൻ പാടില്ല. പാട്ട് എഴുതിയ പണി അതിനകത്ത് കിട്ടും. യാതൊരു അതെന്ത് ന്യായമാ? അതിനി പത്മകുമാർ ആവട്ടെ, വാസു ആവട്ടെ, ശ്രീകുമാർ ആകട്ടെ, മറ്റ് 10 ഉദ്യോഗസ്ഥരാകട്ടെ, അതിനു മുമ്പുള്ള പ്രയാർ ഗോപാലകൃഷ്ണനാകട്ടെ, അയാളെ പരിചയപ്പെട്ട ഉണ്ണികൃഷ്ണൻ, പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാകട്ടെ, പ്രയാർ ഉപ്പ് സാമൂഹ്യ തിന്നാൻ എല്ലാം യാതൊരു വെള്ളം ആരോപണവും കുടിക്കണം തന്നെയാണ് CPM-ന്റെ നിലപാട്. 2019 ചേർത്തിട്ടില്ല. കൊള്ള അവരെ നടപടിയെടുക്കുന്ന അല്ല സി ബി ജയരാജ് ഇവിടെ കൃത്യമായ പോറ്റി സമയത്ത് ബാക്കി നടപടിയെടുക്കും. ആരുടെ പേര് പറഞ്ഞാലും പ്രയാറിന്റെ പേര് പറഞ്ഞാലും കോടതി കണ്ടെത്തുന്നതാണ് 2019 നടന്ന കൊള്ളയാണ്. അതിന് തുടർച്ചയിൽ 2024 ബാക്കിയുള്ള ദേവസ്വം ബോർഡ് അതിന് ആ കള്ളന്മാർ കഞ്ഞിവെച്ച കഥയാണ് കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പുള്ള ആരോപണമൊന്നും എവിടെ വന്നിട്ടില്ല. ആരോപണം വരട്ടെ, അപ്പം അന്വേഷിക്കാമത്. ഇവിടുത്തെ പ്രശ്നം ഇവിടെ കേരളം ആരാധനാപൂർവ്വം കാണുന്ന, ഇവിടെ ജാതിമത വ്യത്യാസമില്ലാതെ ആദരപൂർവ്വം കാണുന്ന ഒരു അഭിമാന സ്തംഭത്തിൽ കൊള്ള നടന്നിരിക്കുന്നു. ആ കൊള്ളയിൽ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന ഒരാൾ ജയിലിനകത്ത് കിടക്കുകയാണ്. അത് CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. അത് പുറത്താക്കൽ എന്ന് പറയുമ്പോൾ ചേർത്ത് പിടിക്കല, സംരക്ഷിക്കല, അത് ചെയ്യാം. അതെങ്ങനെ പാരഡി എഴുതിയാൽ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അല്ലല്ല, മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അല്ലല്ല SIT പറയുന്നത് പത്മകുമാറാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ. പ്രധാനപ്പെട്ട പോറ്റി ഒരു പോൺ ആയിട്ടുള്ള ആൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പോറ്റി കള്ളത്തിന്റെ ചതുരംഗളത്തിലെ ഒരു കാലാൾപ്പട. അതിന്റെ ബ്രെയിൻ ആരാ എന്നാ പറയുന്ന SIT? അല്ല, ഒരിക്കലും അല്ല. പോറ്റി എല്ലാവരുടെയും കണ്ണിൽ മണ്ണിട്ട് പോറ്റിയുടെ കാര്യങ്ങൾ നേടി. അത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ ഇവരാരും പോറ്റി ഉപയോഗിച്ചല്ല. പോറ്റി നേരത്തെ തൊട്ടേ സന്നിധാനത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞത്, സോണിയാഗാന്ധിയെ കാണാൻ പോയ കാര്യം പറഞ്ഞത്, ഇപ്പം ഇന്നലെ അകത്തായിട്ടുള്ള ശ്രീകുമാറിന്റെ കാര്യം പറഞ്ഞത്. ആരാണ്? ശിവകുമാറിന്റെ ബ്രദർ, അതായത് പഴയ ആരോഗ്യവകുപ്പ് മന്ത്രി കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ നേതാവിന്റെ ബ്രദറാണ് ശ്രീകുമാറാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ അരുൺകുമാർ ഈ മണ്ടത്തരം പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം അത് യൂട്ടേൺ അടിച്ചോടി. ബ്രദർ അല്ല. ഹാഷ്മി, ഇതുപോലെ വിവരമില്ലാത്ത ആളുകൾ ഏതാണ്? ഇല്ല, ബ്രദർ അല്ല. സാമാന്യ വിവരമില്ലാതെ യാതൊരു വാർത്തയും അഭിപ്രായം പറയുന്നവരൊക്കെ നമ്മൾ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക? ഒരു സാമാന്യ മര്യാദ വേണ്ടേ? അദ്ദേഹത്തോട് ആദ്യം ആ വാർത്തയൊക്കെ ഒന്ന് കേട്ട് പരിശോധിക്കാം. കുറച്ച് വിവരം ഡോക്ടർ ബി ജയരാജ്, ഇത് BS ശിവകുമാറിന്റെ സഹോദരൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. വ്യാജപ്രചാരണം നടത്തിയ നേതാവ് അത് പിൻവലിച്ചോടി. ഞാൻ തിരുത്താം. പത്രവാർത്ത വെച്ചിട്ടാണ് പറഞ്ഞത്. ഏത് പത്രവാർത്ത? ഏത് പത്രവാർത്ത? എവിടെ വന്ന വാർത്ത വെച്ചിട്ടാണ് പറഞ്ഞത്. എവിടെ വന്ന വാർത്ത? താങ്കൾക്കുള്ള സമയം തിരുത്തിയിട്ട് സംസാരിക്കണം, അല്ലാതെ സംസാരിക്കണം. അതിന് ജിൻഡോ ജോൺ എനിക്ക് തിട്ടൂരം പറയേണ്ട കാര്യമില്ല. മുഴുവൻ ഞാൻ മര്യാദയ്ക്ക് കേട്ടോണ്ടിരുന്നതാണ്. ഡോക്ടർ ബി ജയരാജ് ശരി, ഒരു പത്രത്തിലെ വാർത്തയിലില്ല. ആകെ പറഞ്ഞ KS അരുൺകുമാറിന്റെ CPM നേതാവാണ്. അദ്ദേഹം തിരുത്തി മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞു പറഞ്ഞുകൂടാ, തിരുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഏത് പത്രത്തിലാണ് താങ്കൾ വായിച്ചത്? അത് അങ്ങനെയാണെങ്കിൽ ഓക്കെ, ശരി, ഞാനത് അംഗീകരിക്കുന്നു. എനിക്ക് തെറ്റാണെന്ന് അതിന് എനിക്ക് യാതൊരു മടിയുമില്ല. അതും പറഞ്ഞുകൊണ്ട് ഒരു തെളിവില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തിയത്. ഇതിനു മുമ്പ് നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ബിരിയാണി ചെമ്പിൽ കൊള്ള, ഈ പരിശുദ്ധ ഖുറാനിൽ കൊള്ള, ഈന്തപ്പഴ കുരുവിൽ കൊള്ള, ഇതെല്ലാം പറഞ്ഞ് എത്ര നാൾ പറഞ്ഞു നടന്നു. അതിനുശേഷം കരിമണൽ ഖനനം, ഇതിനകത്തൊന്ന് തെളിവുണ്ട്. അവസാനം ഹൈക്കോടതി ചെന്നപ്പോൾ തെളിവ് കാണിച്ചണക്കല്ല, കൈ കാണിച്ചല്ലാതെ ഏതെങ്കിലും. ഡോക്ടർ ബി ജയരാജ്, ഇത് കോടതി സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് അന്വേഷിക്കണം എന്ന് കോടതി പറയുന്നതും രമേശ് ചെന്നിത്തല ഒരു വ്യവസായി പറയുന്നതും 500 കോടിയുടെ വിൽപ്പന ഉണ്ടായെന്ന് വ്യവസായി പറയുന്നു. വ്യവസായി പറ്റി രമേശ് ചെന്നിത്തല SIT-യോട് പറയുന്നു. വ്യവസായിയുടെ മൊഴിയെടുക്കലൊക്കെ കോടതി മേൽനോട്ടത്തിലാണ്. 9 ഇടക്കാല ഉത്തരവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. 9 ഇടക്കാല ഉത്തരവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ പത്രക്കാർ ചോദിച്ചാൽ പറയുന്നുണ്ട് ഇത് വെള്ളത്തിൽ വരച്ച പറയാനൊന്നും പറഞ്ഞോളല്ലേ. കോടതിയിൽ ഞാൻ പറയും. അങ്ങനെയല്ല, ഇത് അവസാനം അങ്ങനെ തന്നെ വരത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ, ഇനി കേന്ദ്ര ഏജൻസി അല്ല ഏത് ഏജൻസി വന്ന് അന്വേഷിച്ചാലും ഇതിനകത്തുള്ള മുഖ്യ പ്രതികളെല്ലാം പിടിച്ചകത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ശിക്ഷ വേണ്ടുന്നവർക്കെല്ലാം ശിക്ഷ കൊടുക്കുകയും ചെയ്യും. ഉണ്ടാകത്തില്ല. ഞാൻ പറയട്ടെ, ഹാഷ്മി, 9 വർഷമായിട്ട് യാതൊരു അഴിമതിയും ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന്റെ പുറത്ത്
കരിവാരി തേക്കാനായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിത്തിരിക്കുകയും ഇതിൻ്റെ പേരിൽ ടാർണിഷ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുന്നുണ്ട് അത് മാക്സിമം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ കോടതിപ്പെടുത്തേണ്ടി വരും. ഈ ഗവൺമെന്റ് ചെയ്ത അതെല്ലാം അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ കോടതിപ്പെടുത്തേണ്ടി വരും. കാര്യം ഇതിൽ അല്ല ഈ സാധനം പുറത്തേക്ക് വന്നതിൽ ജിൻഡോ ജോണിന്റെ പാർട്ടിക്കോ PS ചിദംബരത്തിന്റെ പാർട്ടിക്കോ മാധ്യമങ്ങൾക്ക് ഒരു പങ്കുമില്ല. കോടതി രാഹുൽ ഈശ്വറിനുമില്ല, ഒരു പങ്കുമില്ല. ഇത് കോടതി പൂർണ്ണമായി കോടതിയുടെ നിരീക്ഷണത്തിൽ വന്ന് കോടതി കണ്ടെത്തി കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതിയുടെ ഉറച്ച കൺവിക്ഷനിൽ ഉറച്ച ബോധ്യത്തിൽ അന്വേഷണം, അല്ലാതെ വേറെ ആർക്കും അതിൽ ഒരു ക്രെഡിറ്റ് കൊടുക്കാനില്ല, സർക്കാരിനും ഇല്ല. കോടതി തീരുമാനം വരട്ടെ. PS വിധം ഇപ്പൊ ഇന്നിപ്പോ ഈ വിഷയത്തിൽ CPM ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ചർച്ച ചെയ്ത് കുളവാക്കേണ്ട ഒരു വിഷയമല്ല എന്ന അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ CPM പ്രതികളെ ചർച്ചയ്ക്ക് വിടേണ്ടതില്ല എന്ന തീരുമാനം. PS ഇവിടെ ഈ പറയുന്ന പോലെ ഉടനെ അങ്ങ് കേസെടുക്കൽ, അറസ്റ്റ് ചെയ്യൽ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല, അങ്ങനെ നടക്കും. പക്ഷേ ഈ പറയുന്ന 36 അക്കൗണ്ടുകളിൽ ഇതിനോടകം തന്നെ ഈ പാട്ട് പോകുന്നുണ്ട്. പതിയെ പതിയെ മെറ്റ കേസ് കൊടുത്ത് ഈ പാട്ടിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാവില്ലേ കേസിന്റെയും പുക്കാറിന്റെയും ഒക്കെ ആത്യന്തികമായ ഉദ്ദേശം ശ്രീ PS ജിതേന്ദ്? ഇതിനകത്ത് വേറെ കാര്യമാണ് ഹാഷ്മി, ഈ സഖാവ് പിണറായി വിജയന് പോലീസിന് ഉപദേശം കൊടുക്കുന്ന ഈ ലീഗൽ അഡ്വൈസർമാരുടെ ഊളത്തരമാണ്. കാരണം ഇത്രയ്ക്ക് ബോധമില്ലാത്തമാരാണെന്നോ. നോക്കൂ ഹാഷ്മി, കുറച്ച് ദിവസത്തിന് ശേഷം എന്തായാലും ഇതിൻ്റെ ഈ പാർട്ടിൻ്റെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയൊക്കെ സമീപിക്കും ജാമ്യം തേടി. ആ സമയത്ത് വാതുറന്ന് വർത്തമാനം നല്ല രീതിയിൽ പറയുന്ന ഏതെങ്കിലും ജഡ്ജിമാരുടെ ബെഞ്ചിലാണ് ഈ സാധനം വരുന്നുണ്ടെങ്കിൽ അന്ന് കേൾക്കാം ഇതിൻ്റെ ബാക്കി പത്രം. കാരണം ഇതിനെതിരെയൊക്കെ കേസെടുക്കുന്ന പോലീസിനെയാണല്ലോ സമ്മതിക്കുന്നത്. ഇത്രമാത്രം ഈ പാർട്ടി അടിമകളായിട്ട് പോകരുത്. പാർട്ടിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ എന്തിനാ വേറെ ആളെ വിടുന്നത്? കഴിഞ്ഞ ദിവസം പിണങ്ങിയിരുന്ന കുഞ്ഞുവാവെ പോലെ പിണങ്ങിയിരുന്ന അനിൽകുമാറിനേക്കാൾ എത്ര ഭംഗിയായിട്ടാണ് ശ്രീ ജയരാജ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞെന്താണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് എല്ലാത്തിനും കാരണക്കാരൻ. പാവം പത്മകുമാറും വാസു സാറും, അയ്യോ എന്ത് കഷ്ടമായി പോയി. നാണം മാനം ഉണ്ടോ ഈ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾക്ക്? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ അവതാരമായിരുന്നോ? വാസു സാറിന് എന്തായിരുന്നു പണി? വാസു സാർ അല്ലായിരുന്നു പ്രസിഡന്റ്, കമ്മീഷണർ? ഈ അവതാരമായിരുന്നു പ്രസിഡന്റ്? നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു സാർ ഇതിനൊക്കെ വീണ്ടും വേണ്ടി? നിങ്ങൾ അങ്ങനെ ഒരു സൈക്കാട്രിക് പ്രൊഫസറല്ലേ, എങ്ങനെ ന്യായീകരിച്ച് ഇതിനെ ഇങ്ങനെ ഇത്രത്തോളം പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്യാപ്സൂൾ വിഴുങ്ങിയിട്ട് ആ ക്യാപ്സൂളിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അനർഘ ദുർഘടമായിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഇങ്ങനെ മുഴക്കാൻ അങ്ങേക്ക് എങ്ങനെ സാധിക്കുന്നു? അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ അജണ്ട മറ്റു പലതുമാണ്. നിങ്ങളുടെ ഈ തോറ്റമ്പിയ ചർച്ച ഇവിടെ ഉണ്ടാവരുത്. ഒരു പാട്ടിന്റെ പുറത്തുകൊണ്ടാണ് ജയിച്ചതെന്ന് നിങ്ങൾക്ക് ഒരു നറേറ്റീവ് ഉണ്ടാക്കി വെക്കണം. ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. നിങ്ങളുടെ ഭാഷ തന്നെ കടമെടുത്ത 9-9.5 വർഷക്കാലമായിട്ട് ഞങ്ങളിവിടെ ഭരിച്ച് എന്താ പറയുക, സുതാര്യവും സുസ്ഥിരവും അഴിമതിരഹിതവുമായിട്ടുള്ള ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു പാരടി ഇറങ്ങി ഞങ്ങളെ തോപ്പിച്ചു എന്നൊരു നറേറ്റീവിനുള്ള കോപ്പുകൂട്ടലാണ് നിങ്ങൾ നടത്തുന്നതെന്ന് അറിയാം. ജനങ്ങൾ ചോദിച്ചു തുടങ്ങി, കനകസിംഹാസനത്തിൽ ഇരിക്കുന്നത് ശുനകനോ അതോ ശുംഭനോ എന്ന്. നിങ്ങൾ സ്വപ്നം കാണുന്ന പിണറായി 3.0 ഉണ്ടല്ലോ, അവിടെ സംഭവിക്കാൻ പോകുന്നത് പിണറായിക്കിട്ടുള്ള 3-ാം കുത്ത് പൂജ്യമായി പോകാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കേസെടുക്കണം. നിങ്ങളുടെ തെറ്റുകൾ വിളിച്ചു പറയുന്നവരെ, നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റുള്ള കാര്യങ്ങളിൽ പറയുന്നവർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കണം. ജനങ്ങൾ ഇതൊക്കെ കാണട്ടെ, ചർച്ച ചെയ്യട്ടെ, നിങ്ങളുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കട്ടെ, നിങ്ങളുടെ മതേതരത്വവും നിങ്ങളുടെ ന്യൂനപക്ഷ പ്രേമവും ഒക്കെ ജനങ്ങൾ തിരിച്ചറിയട്ടെ ഹാഷ്മി. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അധിക താമസമില്ലാതെ ഈ കാര്യത്തിലും കേരളത്തിലും ഒരു തീരുമാനമായി മാറും. ശ്രീജിൻഡോ ഇവിടെ സാന്ദർഭികവശാൽ പാട്ട് എഴുതിയ ആൾ, പാട്ട് പാടിയ ആൾക്കാർക്ക് ഒരു മതമുണ്ട്. സാന്ദർഭികവശാൽ വന്നു പോയതാണ് സാധനം. അവരുടെ മതം എടുത്തു വെച്ചുള്ള ഈ പറയുന്ന സൈബർ അധിക്ഷേപങ്ങൾ പലയിടത്തും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. VHP പോലെയുള്ള ആർക്കാണ്ടൊക്കെ അതിൽ ഇല്ലാത്ത വികാരം വ്രണപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരുപാട് ചർച്ചയാക്കൽ ഒക്കെ ജാഗ്രതയോടെ ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ അത്രത്തോളം ഡെലിക്കേറ്റായ ഒരു സോഷ്യൽ ഫാബ്രിക്കാണ് ഇപ്പോൾ ദൗർഭാഗ്യവശാൽ ഡോക്ടർ ജിൻഡോ. ഹാഷ്മി, ഇതിൽ ഉള്ള പ്രശ്നം എന്താ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ CPM-ന്റെ ചില നേതാക്കന്മാർ ഇറങ്ങിയേക്കുകയാണ് VHP പോലെയുള്ള സംഘടനകളോട്, നിങ്ങൾക്ക് വികാരം വ്രണപ്പെട്ടോ എന്ന് ചോദിച്ച്. നിങ്ങൾക്ക് വ്രണപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ സഖാക്കന്മാരായിട്ടുള്ള ചില പൗരപ്രമുഖന്മാരായിട്ടുള്ള സഖാക്കന്മാർക്ക് വ്രണപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് വ്രണപ്പെടണം, നമുക്ക് പരമാവധി അലമ്പുണ്ടാക്കണമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ പാട്ടിനോടുള്ള പരാക്രമം കാണിക്കുന്നതിന് മുമ്പേ ഈ പാട്ടെഴുത്തുകാരെ പിടിച്ചകത്തിടുന്നതിന് മുമ്പ് ആ സ്വർണം കട്ട മുഴുവൻ കള്ളന്മാരെയും പിടിച്ചകത്തിടാൻ പറ്റണം, അല്ലെങ്കിൽ അവരെ ഒന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റണം. ഇവിടെ ജയരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, തെളിവില്ല എന്നാണ് പറയുന്നത്. തെളിവില്ലെങ്കിൽ പിന്നെ SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിലൂടെ ഈ 5-6 മുന്തിയ സഖാക്കന്മാരെ പിടിച്ചകത്തിട്ട് എന്തിനാ? അതിന് മറുപടി പറയണ്ടേ? തൊട്ടടുത്ത വാചകത്തിൽ അദ്ദേഹം പറയുന്നു മുഖ്യപ്രതികൾ മുഴുവൻ അകത്ത് പോയിട്ടുണ്ടെന്ന്. അപ്പൊ ആ മുഖ്യപ്രതികൾ സഖാക്കന്മാരാണേ, ഒരു സംശയമില്ലല്ലോ. CPM-ന്റെ മുൻ MLA പത്മകുമാർ, വാസുവിനെ പോലുള്ള ആളുകളല്ലേ? ജയരാജ് പറഞ്ഞത് ഈ പറയുന്ന ആരുവാദിക്കുന്ന ചിത്രമൊക്കെ ഉണ്ട്. സോണിയാഗാന്ധിയെ പോയി കണ്ടു. നേരത്തെ ആന്റണി രാജുചേട്ടൻ, പത്തനംതിട്ടയിലെ രാജു, അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന സോണിയാഗാന്ധിക്ക് ഈ സ്വർണം വിറ്റ സ്വർണത്തിൽ നിന്നും ബ്രേസ്ലെറ്റ് ഉണ്ടായിക്കൊണ്ട് ഇട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് ഈ പോറ്റി.
ഇതെല്ലാം അറിയാമെങ്കിൽ ആ തെളിവ് ആ SITയുടെ മുമ്പിൽ ഹാജരാക്കണമെന്നേ. എന്തിനാ സോണിയാഗാന്ധിയോട് നിങ്ങൾക്ക് ഇത്ര സ്നേഹം? നിങ്ങൾ സ്നേഹിക്കേണ്ടെന്നേ, നിങ്ങൾ സ്നേഹിക്കേണ്ട. പോറ്റിയെ പ്രയാർ ഗോപാലകൃഷ്ണനാണ് അവിടെ കൊണ്ടുവന്ന് കൈപിടിച്ച് കയറ്റി പോറ്റി വളർത്തിയെന്നെങ്കിൽ പിണറായി വിജയൻ എന്തിനാ പിന്നെ ഈ സ്വർണ്ണം ഊറ്റി കൊടുത്തേ? സ്വർണ്ണം പിന്നെ ചെമ്പാക്കി കൊടുത്തേ എന്തിനാ? നിങ്ങളുടെ വേണ്ടപ്പെട്ട ഈ M പത്മകുമാറിനും അതുപോലെ ഈ വാസുവിനൊക്കെ എന്തായിരുന്നു പണി? പ്രയാർ ഗോപാലകൃഷ്ണന്റെ പോറ്റിയെ നിങ്ങൾ എന്തിനാ പോറ്റി വളർത്തിയേ? നാണമില്ലേ ഇത് പറയാൻ? 6 വർഷക്കാലം ഈ കള്ളന്മാരെയൊക്കെ മൂടി വെച്ച് സംരക്ഷിച്ചിട്ട് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് മറ്റാരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടി ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നോ? ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയട്ടെ ഹാഷ്മി, ഇത് എഴുതിയത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ട് മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയാം. ഞാനൊരു ക്രൈസ്തവനാ. ഈ പാട്ട് പാടി എന്നെ പിടിച്ച് ജയിലിലിടോ? എൻ്റെ മക്കൾ ഉൾപ്പെടെ പാടുന്നുണ്ടല്ലോ, നിങ്ങൾ പിടിച്ച് ജയിലിലിടോ? നിങ്ങൾ മെറ്റയ്ക്ക് പരാതി കൊടുത്ത് ഇത് ഓൺലൈനിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റും. അപ്പം ഞങ്ങൾ പരസ്യമായിട്ട് വഴിയിൽ നിന്ന് പാടും. എന്ത് ചെയ്യും? പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. എന്താ ചെയ്യാ? പിടിച്ചകത്തിടോ? അന്ന് കാണണമല്ലോ, പണ്ട് ഇട്ടതിന്റെ പേരിലേ, സമരം ചെയ്തതിന്റെ പേരിലേ ഞങ്ങളെ പിടിച്ചകത്തിട്ടാ. ഞാനൊരു ക്രൈസ്തവനാ, പള്ളി പോയി പ്രാർത്ഥിക്കുന്ന ഒരു ക്രൈസ്തവനാ. ഇവിടെ ശ്രീ ബി ജയരാജ്, ഇവിടെ പ്രശ്നം എന്ന് പറയും, നമ്മുടെ കേരളത്തിൽ മലയാളികളെ വിരട്ടാൻ നോക്കി കഴിഞ്ഞാൽ അതുങ്ങൾ വിരളത്തിലെന്ന് മാത്രമല്ല 1-ന് 10 ഇറങ്ങുകയും ചെയ്യും റോഡിൽ. അതുകൊണ്ട് ഈ നീക്കം മുഴുവൻ രാഷ്ട്രീയ അബദ്ധമാണെന്ന് ജയരാജ്. ഇത് മുഴുവൻ രാഷ്ട്രീയ അബദ്ധമായി കാണിക്കുന്നത്. ഇതിനകത്തുള്ള ഒരു സംഭവം, ഇതിനകത്ത് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് കേസ് കൊടുക്കുകയാണ്. ഒരാൾ വന്നിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ പോലീസ് FIR ഇടും. അത് സ്വാഭാവികമാണ്. FIR ഇടേണ്ട കാര്യമുണ്ടെങ്കിൽ അതിനകത്ത് FIR ഇടും. അത്രമാത്രമേ പോലീസ് ചെയ്തുള്ളൂ. അയാൾ അറസ്റ്റിലാക്കുകയോ ഇങ്ങനെ പാട്ട് പാടാൻ പാടില്ലെന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല. ഇലക്ഷൻ സമയത്ത് ഈ സാധനം മിക്സ് ചെയ്യരുതെന്ന് മാത്രമേ ഞാൻ ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് അവസാനം വരെ പറഞ്ഞത്. വിശ്വാസവും ഈ സാധനം കൂടെ ചട്ടലംഘനം പരാതി ഉണ്ടായിരുന്നെങ്കിൽ CPM ഈ സമയത്ത് 3 ആഴ്ച കാലത്ത് എപ്പോഴെങ്കിലും ഇലക്ഷൻ കമ്മീഷന് പോകണമായിരുന്നു. അത് പോയില്ല. എന്താ റിസൾട്ട് വരെ മാത്രമേ പറയട്ടെ. ഇതിനകത്ത് വിശ്വാസത്തിന് പൊളിറ്റിക്സ് ഷീൽഡാക്കുമ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വാസ്തവമുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള എംപിരിസിസം എന്ന് പറഞ്ഞൊരു ഫാക്റ്റ് ഉണ്ടല്ലോ, ആ ഫാക്റ്റിനെ നെഗേറ്റ് ചെയ്യപ്പെടും. ആ ഫാക്റ്റിനെ നെഗേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഡിബേറ്റുകളുടെ കാര്യം പോലും, ഡിബേറ്റ് ഇതേ കണക്കുള്ള ഫൂളിഷ്നെസ് നേരത്തെ ഇരുന്ന് പാടിയില്ലേ, ആ ഫൂളിഷ്നെസ് ഒക്കെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ഡിബേറ്റിനുള്ള സാധ്യത ഇല്ലാതാവുമ്പോഴാണ്, അവിടെയാണ് പ്ലൂറലിസം നഷ്ടപ്പെടുന്നത്. ഇതാണ് ഞാൻ ആദ്യം തൊട്ട് രാഷ്ട്രീയ പ്രശ്നമാണ്. ഒരു CPM ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുന്നു. പിന്നെ ജിൻഡോയുടെ പാർട്ടിക്ക് എന്തിരിക്കുക? അത് രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ട് വരാനല്ലെങ്കിൽ ശ്രീ ജയരാജ്, ഇത് വിശ്വാസ പ്രശ്നമല്ല, ഇത് രാഷ്ട്രീയ പ്രശ്നമാണ്, ഇത് അഴിമതി പ്രശ്നമാണ്, ഇത് കൊള്ളയുടെ പ്രശ്നമാണ്. ആരും പാടിക്കുന്നതിനെന്നും ആരും എതിരല്ല. ഇതിനൊന്നും ഈ പാട്ട് പാടുന്നതിനെതിരല്ല. ഡോക്ടർ ശിവാഗ് നാടകം കളിച്ചിട്ടുള്ളവനാണ് ഞാൻ. അനിമൽ ഫാമിനെ കുറിച്ച് essay എഴുതിയിട്ടുള്ളവനാണ് ഞാൻ. ഏറ്റവും വലിയ ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓതർ എന്ന് പറയുന്നത് മിലൻ കുന്ദേരയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും പരസ്പരം വായിക്കുകയൊക്കെ ചെയ്യുന്ന അതിനകത്തൊന്നും രാഹുൽ എന്താ ശ്രീ ഹാഷ്മി, 2 കാര്യങ്ങൾ പെട്ടെന്ന്. എംപിരിസം എന്ന വാക്ക് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസോ എക്സ്പെരിമെന്റോ വെച്ച്, സെൻസറി എക്സ്പീരിയൻസ് വെച്ച് റിയാലിറ്റിയെ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രതിക്രിയാവാദകം എന്ന് നമ്മുടെ ശങ്കരാടി പറഞ്ഞതിന് ശേഷം എംപിരിസം എന്നുള്ളത് യഥാർത്ഥത്തിൽ ശ്രീ ജയരാജ് സഖാവിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ നിലപാടല്ല CPM-നുള്ളത്. ഒരുപക്ഷെ ശ്രീ ജയരാജന്റെ നിലപാട് കുറെ കൂടെ ഡിബേറ്റബിളെങ്കിലുമാണ്. CPM-ന്റെ നിലപാട് അതുപോലുമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം അതല്ല. താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ ശ്രീ കുഞ്ഞബ്ദുള്ള, യഥാർത്ഥത്തിൽ കുഞ്ഞബ്ദുള്ള സാക്ഷാൽ വാവറുടെ ആളാണ്. അയ്യപ്പന് വേണ്ടി എന്നും ശക്തമായി നിൽക്കുന്ന വാവറുടെ ആളാണ് കുഞ്ഞബ്ദുള്ള. പക്ഷേ മതപരമായി ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ധാരയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്, നമ്മുടെ അഭിമാനമായ ദ്രൗപദി മുർമു വന്നപ്പം പോലും വാവറിനിടെ തൊഴുത്തിട്ടാണ് അയ്യപ്പൻ്റെ അടുത്ത് വരുന്നത്. അതാണ് അയ്യപ്പൻ്റെ ശക്തിയും അയ്യപ്പൻ്റെ കൾച്ചറും. നമ്മുടെ ഇന്ത്യയുടെ കൾച്ചർ അതാണ്. അപ്പോൾ ആ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ഇടയ്ക്ക്, നേരത്തെ ഹാഷ്മി പറഞ്ഞില്ലേ സെൻസിറ്റീവ് ആണെന്ന്, യഥാർത്ഥത്തിൽ ഹാഷ്മി ഞങ്ങൾ ഹിന്ദുക്കളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്, ഞങ്ങൾ അയ്യപ്പ വിശ്വാസികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്, ഞങ്ങൾക്ക് വിദ്വേഷം ആരാ
പറയുന്നത് ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. മതേതരത്വത്തിന്റെ മുഖം മൂടിയിട്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും CPM-കാർ തമ്മിൽ തെല്ലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രശ്നം അറിയോ, അങ്ങനെ വികാരങ്ങൾ പൊട്ടില്ല എന്നിരിക്കുന്ന ഈ പറയുന്ന വികാര വൃണങ്ങളെ കുത്തി പൊട്ടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ആശങ്ക, ഒരു മതേതരവാദി എന്നുള്ള ആശങ്ക പറഞ്ഞു എന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു പന്തളങ്ങാൻ എന്നുള്ള എനിക്ക് നന്നായി അറിയാം ഇത് ഒരു കുഞ്ഞിന്റെ വികാരം വ്രണപ്പെട്ടിട്ടില്ലെന്നും, വികാരം വ്രണപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല വിശ്വാസത്തെ എൻഡോസ് ചെയ്യുന്ന പാട്ടാണെന്ന് എനിക്ക് വളരെ നന്നായി അറിയാം. രാഹുൽ ജയരാജ്, ഇതിപ്പം അതായത് കോടതിയിലേക്ക് നേരത്തെ VS ചിദംബരം പറഞ്ഞ ഉറപ്പായും ഇത് കോടതിയിലേക്ക് പോകും. കോടതിക്ക് മുന്നിൽ ഈ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഈ കേസിന്റെ ഒരു കഴമ്പുമില്ലാത്ത വാദങ്ങൾ ഉണ്ട്, ഒരു കഴമ്പുമില്ലാതെ ചുമത്തിയ ഈ വകുപ്പുകളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഇങ്ങനെ ചർച്ച ചെയ്ത് നിൽക്കുകയാണ്. എന്താണോ നിങ്ങൾ ഈ നാട്ടുകാർ കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യം പിന്നെയും നാട്ടുകാരടക്കം പാടിക്കൊണ്ട് നടക്കുന്ന അവസ്ഥ ഉണ്ടാവില്ലേ? പൊളിറ്റിക്കൽ ബ്ലണ്ടർ അല്ലേ കേസെടുക്കാനുള്ള തീരുമാനം ശ്രീ ജയരാജ്? ഇതിനകത്ത് ഒരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കേസെടുക്കുക. അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സിൻ്റെ കാര്യമല്ലേ. ഫർദർ പ്രൊസീഡിങ് അതിനകത്ത് കാമ്പുണ്ടോയെന്ന് കണ്ടെത്തിയ നിയമോപദേശം നേടിയതിന് ശേഷം മാത്രമേ കേസ് വേണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് വിശ്വാസം എന്ന് പറയുന്ന സാധനം ടൂൾ ഓഫ് പവർ ആണോ അതോ ഈ പറയുന്ന കണക്കുള്ള സോഴ്സ് ഓഫ് എത്തിക്കൽ സെൽഫ് റിഫ്ലക്ഷൻ ആണോ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഇതിനകത്തുള്ള മോറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു വിഷയത്തിനകത്ത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ശ്രീകുമാറിന്റെ കാര്യം, ഒരു ടൂൾ ഓഫ് പവർ വരുന്നില്ല. ഇവിടെ ഒരു ക്ഷേത്രത്തിൽ കൊള്ളയുണ്ടായി, അത് കേരളത്തിന്റെ അഭിമാന ക്ഷേത്രത്തിലാണ് കൊള്ളയുണ്ടായത്. ആ കൊള്ളയിൽ നാട്ടുകാർക്കൊക്കെ ആശങ്കയുണ്ട്, CPM-മാർക്കടക്കം ആശങ്കയുണ്ട്. ആ ആശങ്ക പറയുന്ന ഒരു പാട്ട് വന്നു, അത്രേ ഉള്ളൂ. അതല്ലാതെ ഈ പറയുന്ന പ്ലൂറലിസം, എന്താണ് എംപെരിലിസം, ഈ പറയുന്ന എത്തിക്കൽ ക്വസ്റ്റ്യൻ, മോറൽ ഒന്നുമില്ല, ഒരു ഉക്കുമില്ല. എംപെരിസിസം ഒന്നുമില്ല. ഇവിടെ ക്ഷേത്രത്തിൽ ചെയ്യരുതാത്ത അധമപ്പണി ഒരു കൂട്ടം ചെയ്തു. അതിൽ നാടിന് രോഷമുണ്ട്. ആ രോഷം പാട്ടിലൂടെ പുറത്തു വന്നു, അത്രേ ഉള്ളൂ. നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അത് ഇതായിട്ട് സംസാരിക്കുന്നു, നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നു എന്നുള്ളതിനകത്ത് അതാണ് ഡിബേറ്റിനുള്ള വാതിലുകളെല്ലാം അടഞ്ഞു പോകുന്നത് ഇവിടെയാണ്. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഉള്ള ഡിബേറ്റിനുള്ള വാതിലുകൾ അടഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ തിരുത്തുന്നു. VS ജയകുമാറാണ് അത് സെക്രട്ടറി ആയിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സമയത്ത് പാത്രം മേടിച്ചാൽ അഴിമതി നടത്തിയ ആളാണ് ശിവകുമാറിൻ്റെ ബ്രദർ. ഞാൻ ശ്രീകുമാറിന് മാറി പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി. എന്തായാലും ഒരാളുണ്ടായിരുന്നു, ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അത് വേറെ കേസാണ്, ഈ കേസല്ല. ആ ക്ലാരിഫിക്കേഷൻ ഞാൻ വരുത്തുന്നു, അതും കൂടെ ആലോചിക്കാണ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലത്ത് പോകാൻ ഒഴിവാക്കി തരണം. ഇവിടെ ഇപ്പൊ വിശ്വാസങ്ങൾ വികാരത്തെ എന്താണ് വ്രണപ്പെടുത്തി, അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ എന്തോ തമ്മടി ഉണ്ടാകുന്ന എന്തോ പരിപാടി ചെയ്തു എന്നൊക്കെ ഉള്ളത് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്ത വകുപ്പുകളാണ്. അതൊക്കെ കേസെടുത്ത് കഴിഞ്ഞാൽ കേസെടുത്ത പോലീസുകാരടക്കം തൂങ്ങേണ്ടി വരുന്ന വകുപ്പാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോവുകയാണെങ്കിൽ ചട്ടം ലംഘിച്ചു, മതമുണ്ട്, അയ്യപ്പനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാൻഡ് ചെയ്യുമോ CVS ചിദംബരം? ഹാഷ്മി, അതിനു മുമ്പ് എന്തായാലും ഇന്ന് ഈ ചർച്ചയ്ക്ക് വിളിച്ചതിന് ഞാൻ അങ്ങയോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ കുമാരപിള്ള സാറിനെ വീണ്ടും കട്ടുമുട്ടാനൊരു അവസരം ഒരുക്കി തന്നു. സ്വർണ്ണക്കൊള്ളക്കാരും അതേപോലെ തന്നെ സഖാക്കന്മാരും പ്രഥമ ദൃഷ്ടി അകൽച്ചയിലാണ് തോന്നിച്ചെങ്കിൽ അവർക്കിടയിൽ അന്തർധാര സജീവമായിരുന്നു. അത് കോടതി കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഇവർ തോറ്റു. ഇതാണ് ഇതിന്റെ കൃത്യമായ മറുപടി. എന്തായാലും കുമാരപിള്ള സാറിന് പകരമായിട്ട് ഒരു അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച ആ ചർച്ച സന്തോഷം. അല്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ, അദ്ദേഹം പോയല്ലോ. എന്തായാലും അത് പറയാൻ പോയിരിക്കുന്നത് ശരിയല്ലല്ലോ, പോട്ടെ. ഇത് കോടതിയിലൊന്നും നിൽക്കാൻ പോകുന്നില്ല ഹാഷ്മി. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഇടതുപക്ഷ സഹയാത്രികനും പഴയ ഒരു SFI-കാരനായിട്ടുള്ള ഒരു സഖാവിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, വക്കീലിനെ, ഇത് നിൽക്കുന്നു. അവർ പറഞ്ഞു ഇത് ഏത് ഊളയാണ് ഈ പറഞ്ഞ ലീഗൽ അഡ്വൈസ് കൊടുത്തെന്ന് പറഞ്ഞാൽ അവനെയാണ് എടുത്ത് ആദ്യം നിലത്തടിക്കേണ്ടതാണ് ആ പുള്ളിയുടെ അഭിപ്രായം. ഇത് എവിടെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഒരാള് ഒരു പാരഡി ഗാനം എഴുതി അയാളുടെ ജാതിയും മതവും നോക്കിയിട്ട് കേസെടുക്കുക, വർഗീയ വികാരം വ്രണപ്പെടുത്തുമെന്ന് പറയാം. ഇവരാണ് ഈ ന്യൂനപക്ഷ സ്നേഹം വിളിച്ചോതുന്നത്. നാണോ മാനോ ഇല്ലല്ലോ ഇവർക്ക്. നിങ്ങൾ തോറ്റു, അതൊക്കെ സമ്മതിച്ചാൽ പോരെ. തോറ്റുപോയി. വീണ്ടും എന്തിനാണ് ഈ കാവിലെ പാട്ട് മത്സരത്തിൽ കാണാന്നങ്ങ് പറയൂ. അല്ലാതെ എന്തിനാണ് ഈ പറഞ്ഞ മനുഷ്യന്റെ ജാതി നിങ്ങൾ ഇങ്ങനെ പോകുന്നത്? എന്നിട്ട് നിങ്ങൾ തന്നെ പറയും ഞങ്ങൾ രാഹുൽ, ഇതിലെ പ്രശ്നം എന്താ? ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന് 5 വയസ്സുള്ള മോന് ചോറിനുണ്ടെങ്കിൽ ഈ പാട്ട് വേണം. അപ്പൊ അവനോട് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ഒറിജിനൽ വെച്ചുകൂട്, പള്ളിക്കെട്ട് ശബരിമല വെച്ചുകൂടും. പക്ഷെ ആ പള്ളിക്കെട്ട് കേട്ടിട്ട് അവൻ ഈ പാട്ട് വേണം.
അപ്പൊ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ ക്ഷേത്രക്കുള്ള കിട്ടി അവന് ഉള്ളോട്ട് കയറുന്നത് എന്താ? രണ്ട് കാര്യം. ഒന്ന് ശ്രീ ജിതിൻ പറഞ്ഞത് ഏറ്റവും രണ്ട് കാര്യം. ഒന്ന് ശ്രീ ജിതിൻ പറഞ്ഞത് ഏറ്റവും കറക്റ്റാണ്. ശ്രീ ജിൻഡോയുടെ പാട്ടും ഗംഭീരമായി. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, രാഷ്ട്രീയം ഇല്ലാതെ ഞാൻ പറയുക, മുസ്ലിങ്ങളോടും CPM സ്നേഹമില്ല, ഹിന്ദുക്കളോടും CPM സ്നേഹമില്ല. അവർക്ക് അവരുടെ അധികാരത്തോട് മാത്രമാണ് സ്നേഹം. നമ്മളെ പരസ്പരം തമ്മിത്തല്ലി അവരത് ഉപയോഗിക്കുകയാണെന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും കൂടെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. രാഷ്ട്രീയക്കാർ നമ്മളെ പരസ്പരം അവരുടെ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ ചുവലിൽ നിന്ന് വെടിവെക്കുകയാണ്. ഇപ്പൊ ശിവൻകുട്ടി സാറ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കളിയാക്കാൻ പാടില്ലെന്നൊക്കെയാണ്. സാറേ, ആരെ പറ്റിക്കാനാണ് ഇത് പറയുന്നത്? അതുകൊണ്ട് നല്ല കമ്മ്യൂണിസ്റ്റുകാരും കൂടി ഇതിനെ എതിർക്കണം. ഇത് കേരളം കാണുന്ന ഏറ്റവും ലോ പോയിന്റ് ആണ്. ഇതിനേക്കാൾ താഴെ നമുക്ക് പോകാൻ പറ്റില്ല. അത്രമാത്രം മോശമാണ്. കുഞ്ഞബ്ദുള്ളയ്ക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട്. ഒറ്റ വരി കൂടി, ഇത് കുഞ്ഞബ്ദുള്ള എഴുതിയതല്ല, സാക്ഷാൽ വാവരുസ്വാമി എഴുതിയതാണ്. കുഞ്ഞബ്ദുള്ള അത് എഴുതിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ വാവരുസ്വാമിയോടുള്ള പ്രണാമം ശ്രീ കുഞ്ഞബ്ദുള്ളയ്ക്ക് അർപ്പിക്കുന്നു. ഇനിയും ഈ പാട്ട് വരണം, അയ്യപ്പന്റെ കൊള്ളയെ ഹൈലൈറ്റ് ചെയ്യണം, കൊള്ളക്കാരാരായാലും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വിടണം. ജിൻഡു, അതിനിടയ്ക്ക് എൻ വാസു ജാമ്യാപേക്ഷയിൽ പറഞ്ഞത് സ്വർണം കട്ട അല്ല, ഈ ചെമ്പ് പൊതിഞ്ഞതിന് രേഖയില്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. അകത്ത് കിടക്കുന്ന വാസു അങ്ങനെ രേഖയില്ലാത്ത കാര്യം അറിഞ്ഞൊന്നും അറിയില്ല. അതോ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നിയമപരമായി സേഫ് ആവേണ്ട പണിയൊക്കെ ചെയ്തിട്ടാണോ പോയെന്നും അറിയില്ല. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടില്ല. ശ്രീ ജിൻഡോ, നമ്മൾ ഈ പാരടിപ്പാട്ട് പാടുമ്പോൾ അല്ല, വാസു ജയിലിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു എന്ന് നമ്മുടെ മുമ്പിലുള്ള വിവിധ മാധ്യമങ്ങളുടെ മുമ്പിലുള്ള ആർക്കൈവ്സ് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇവിടെ ഈ പാട്ടിനെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്, പോലീസിന് അഡ്വൈസ് കൊടുത്ത ആ വക്കീലന്മാരാരാന്ന് എനിക്ക് സർക്കാർ വക വക്കീലന്മാരാരാന്ന് മനസ്സിലാകാത്തത്. ആശാ വർക്കർമാരുടെ സമരം നടക്കുന്ന സമയത്താണ് സർക്കാർ വക്കീലന്മാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തത്. ഈ വക വിവരക്കേട് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തവരെ നല്ല ചൂരൽ കൊണ്ട് അടി കൊടുക്കണം. കാരണം ഇതുപോലെ വിവരം കെട്ട ആളുകൾക്ക് എന്നിട്ട് പറയുകയാണ് മിലൻ കുന്ദേരയുടെയും ആനിമൽ ഫാം ഇതൊക്കെ നമ്മളോട് വിശേഷം പറയുക. ഇതൊക്കെ പിണറായി വിജയന്റെ പോലീസിനോട് പോയി പറയണ്ടേ? അതിനെന്താ ഇറോഷൻ ഓഫ് ഡെമോക്രസി, പ്ലൂറലിസം, ടൂൾ ഓഫ് പവർ, എത്തിക്കൽ ക്വസ്റ്റ്യൻ, മനുഷ്യന് മനസ്സിലാകാത്ത കുറെ സാങ്കേതിക പദങ്ങൾ പറഞ്ഞു സ്വർണം കട്ടവന്മാരെ മൂടി പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകൾ വരും. എന്നിട്ട് നമ്മളൊക്കെ മോശക്കാരാണ്. ആ വാക്ക് എൻ്റെ വായിൽ വരുന്നില്ലല്ലോ രാഹുൽ ഈശ്വറെ. നാക്കൊടുക്കുന്ന വാക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. സ്വർണം കട്ടത് ആരാന്ന് ചോദിച്ചാൽ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ചില കള്ള സഖാക്കന്മാരാ. സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാരല്ല, പൗരപ്രമുഖന്മാരായിട്ടുള്ള കള്ള സഖാക്കന്മാരാ. അവരെ തന്നെ നമ്മൾ പറയണം. അതിനെന്തിനാ ഇവരൊക്കെ മടിക്കുന്നത്? എല്ലാ സഖാക്കന്മാരും കള്ളന്മാരാണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. കുറെ പൗരപ്രമുഖന്മാരായിട്ടുള്ള കള്ള സഖാക്കന്മാർ പിണറായി വിജയൻ സർക്കാരിന്റെ തണലിൽ അയ്യപ്പന്റെ സ്വർണം കട്ടു, അതിന്റെ പേരിലാണ് ജയിലിൽ കിടക്കുന്നത്. ഇനിയും പാട്ട് നമ്മൾ പാടും. രാഹുൽ ഈശ്വർ, ഇവിടെ ഇത് വിടാൻ ഉദ്ദേശമില്ല. CPM തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്നൊക്കെ പറഞ്ഞ് പരാതിയുമായി മുന്നോട്ടേക്ക് പോവുകയാണ്. ഞാൻ പിന്നെയും പറയുന്നത് ഇത് പഴയകാലം പോലെ നമ്മുടെ സോഷ്യൽ ഫാബ്രിക് അത്രത്തോളം കരുത്തുറ്റകെ ഇപ്പോൾ VHPക്ക് വികാരം മരണപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വികാരം മരണപ്പെടുന്ന സംഘടനകൾ ഉണ്ടായാൽ നമ്മുടെ ഫാബ്രിക്കിനെ അത് ദുർബലപ്പെടുത്തുമെന്ന ആശങ്ക ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. അങ്ങനെയല്ല. ഞാൻ രാഷ്ട്രീയം ഇല്ലാതെ പറയാം. അതായത് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഏറ്റവും നല്ല അയ്യപ്പ ഭക്തരുള്ള ശ്രീ കുമ്മനം ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ വികാരം വിറപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നേരത്തെ പ്രയാർ സാർ പറഞ്ഞു ഏറ്റവും നല്ല കോൺഗ്രസിലെ വിശ്വാസികളൊന്നും പ്രയാർ സാറായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ഉണ്ടെങ്കിൽ വിശ്വാസം മരണപ്പെട്ടില്ല എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇതേപോലെ നല്ല സഖാക്കളും ഇതിനെ എതിർത്തുകൊണ്ട് മുമ്പോട്ട് വരണം. ഇത് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ സാമൂഹിക രംഗത്തെ മലീമസമാക്കുന്ന ഒരു കാര്യമാണ്. ആവശ്യമില്ലാതെ മതസമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കും എന്ന പേരിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. രാഷ്ട്രീയമല്ല, അതിലും ആഴമേറി പോകുന്നൊരു വിഷയമാണ്. അപ്പം നമ്മുടെ മതസൗഹാർദ്ദത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആ കാത്തു സൂക്ഷിക്കുന്നതിന് സഖാക്കളും കൂടെ സപ്പോർട്ട് ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത പ്രവർത്തികളിലേക്ക് അവർ പോകരുത് എന്ന് അവരോട് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ശ്രീ VS ഇതിൻ്റെ ഇവിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം ആരോപിച്ച് പരാതിയുമായി മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ പറയുന്ന മതം അല്ലെങ്കിൽ മതബിംബങ്ങൾ തുടങ്ങിയ അതിൻ്റെ ശരിയാണ്. ഇപ്പോൾ ചട്ടലംഘനം ആരോപിച്ച് ഒരുപാട് പരാതികൾ പോകാറുണ്ട്. കമ്മീഷൻ നടപടി പലപ്പോഴും ഉണ്ടാവാതിരിക്കാറുണ്ട്. അതൊക്കെ ഇലക്ഷൻ്റെ സമയത്താണ്. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും വന്ന് ചട്ടലംഘനമാണ് എന്ന പരാതിയുമായി പോയിട്ട് വല്ല കഥയുണ്ടാവുമോ? ഇതിനകത്ത് ഒരു കഥയില്ല. ഇതിനകത്ത് നമ്മൾ അദ്ദേഹം പറഞ്ഞിട്ട് പോയി, അദ്ദേഹം ഇവിടെ ഇല്ല, എന്നാലും പറയാതിരിക്കുന്ന പറ്റത്തില്ല. ഇപ്പോൾ ഒരു പരാതി കിട്ടിയ FIR അടിക്കാൻ പറ്റില്ല. നോക്കൂ, ഈ ഗണപതി മിത്താണെന്ന് പറയുന്ന സമയത്ത് എന്തുമാത്രം പരാതിയാണ് ഷംസീറിനെതിരെ ഉണ്ടായിട്ടുള്ളത്. എവിടെയെങ്കിലും ഒരു കേസ് എടുത്തായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഹാഷ്മി? അപ്പോൾ അന്നത്തെ പരാതിക്കൊന്നും ഇത് പറഞ്ഞതുപോലെ കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? പിന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സമയം തെറ്റിപ്പോൾ ഈ സമയത്തല്ല. നോക്കൂ, ഈ പാരടി ഇറങ്ങിയിട്ട് എത്രയോ കാലമായി. ഏറ്റുചൊല്ലാൻ തുടങ്ങിയത്, ഇത് ചർച്ചയായി തുടങ്ങിയത് ഈ വാസുവും പത്മകുമാറും ഒക്കെ അകത്ത് പോയതിനു ശേഷമാണ്.
ഇത് ഇത് കട്ടവന് കുഴപ്പമില്ല, കട്ടതിന് കുഴപ്പമില്ല, ഇത് പറയുന്നവനാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നത്. ഇത് ഒന്നും നിൽക്കാൻ അതിൽ പറയേണ്ട രാഷ്ട്രീയമാണെങ്കിൽ ഈ പറയുന്നത് സഖാക്കളാണപ്പ അയ്യപ്പ എന്നൊക്കെ പറയുന്നതിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയ മറുപടിയാണ് വേണ്ടത്. അതിന് വേറെ കൊണോട്ടേഷൻ ആര് കൊടുത്താലും അത് കേരളത്തിന് അപകടകരമാണ്. അതാരും ചെയ്തുകൂടാ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.